ഇന്നത്തെ മോർണിംഗ് സെക്ഷൻ കൈകാര്യം ചെയ്യും. സോറി. ഗുഡ് മോർണിംഗ് എവരിവൺ. ഐ ആം അനീഷ. ഐ ആം ഫ്രം കൊടുങ്ങല്ലൂർ. P3 ഓർഗനൈസേഷന്റെ ഭാഗമായതിൽ ഒരുപാട് സന്തോഷം. എന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്തിയ നിതു മാമാണ്. ഒരിക്കൽ കൂടി ഇന്നത്തെ നമ്മുടെ പ്രോജക്റ്റ് ടെസ്റ്റിന്റെ ഭാഗമായി ടോപ്പ് 8 അവതരിപ്പിക്കുന്ന മോർണിംഗ് വൈബ് ഡേ 117 എന്ന മനോഹരമായ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പ്രഭാത സെക്ഷൻ ഓരോരുത്തരുടെയും ജീവിതം അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ദിവസം പോസിറ്റീവും എനർജിയും നല്ല ചിന്തകളോട് കൂടി ആരംഭിക്കാൻ സഹായിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ സെക്ഷൻ കൈകാര്യം ചെയ്യുന്നത് എൻ്റെ അപ്ലൈനും എൻ്റെ കൂടപ്പിറപ്പുമായ നീതു മാമാണ്. ഇന്നത്തെ സെക്ഷൻ എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക. അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും ഓണാക്കി വെക്കാൻ പറ്റി ഓണാക്കി വെക്കുക, മൈക്ക് മ്യൂട്ടാക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ചോദിക്കുക, മനസ്സിലാക്കുക. കാരണം നിങ്ങളുടെ ബിസിനസ്സിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ ഇന്നത്തെ ഒരു സെക്ഷനിലൂടെ സാധിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഇന്നത്തെ ഒരു സെക്ഷൻ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ബിസിനസ് എങ്ങനെ ഗ്രോ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷനിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെയും സ്നേഹത്തോടെയും നമ്മളെ ഇന്നത്തെ ഈ ഒരു മോർണിംഗ് സെക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു സൂം ഞാൻ എന്തായാലും നമ്മളെ നീതു മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. വെൽക്കം നീതു മാം. Thank you. Thank you, Anisha ma'am. Good morning, everyone. നല്ലൊരു സുപ്രഭാതം എല്ലാവർക്കും ഞാനും കൂടെ നേരെയാണ്. ഇന്നത്തെ സെഷൻ നേരിട്ട് ഞാൻ സെഷനിലേക്ക് കടക്കുകയാണ്. ഇന്നലെ വൈകിട്ട് വരെ ഞാൻ ഇന്ന് എന്താണ് എടുക്കേണ്ടതെന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ വല്ലാത്തൊരു വൈബിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അത് ഞാൻ ടോപ്പ് 8നോട് ആദ്യമായിട്ട് ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഇന്ന് 50 പേരടങ്ങുന്ന കോർ ടീം ഒരു 2 ഡേ ക്യാമ്പുമായിട്ട് വയനാട് ആണ് സ്റ്റേ ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടെ നിന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ വല്ലാത്തൊരു വൈബായിരുന്നു. ഇന്നലെ ഒത്തിരി വൈകിയാണ് നമ്മൾ ഉറങ്ങിയതൊക്കെ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സെഷൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും ഞാൻ ഇന്നലെ പ്ലാൻ ചെയ്തിട്ടുണ്ടായില്ല. പക്ഷെ ഇന്ന് രാവിലെ നല്ലൊരു തീരുമാനം എടുത്തു. നമ്മുടെ പ്രൊജക്ട് ടെസ്റ്റ്, അതായത് വൈ പ്രൊജക്ട് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു സെഷനാണ് ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്തിനാണ് നമ്മൾ പ്രൊജക്ട് ടെസ്റ്റ് ചെയ്യണം എന്ന് നിർബന്ധമായിട്ടും പറയുന്നത് എന്നുള്ളൊരു സെഷനാണ് ഞാൻ എടുക്കുന്നത്. എന്നോട് ഒരു വ്യക്തി ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് പ്രൊജക്ട് ടെസ്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ള മറുപടി ഫിനാൻഷ്യൽ ഫ്രീഡം ആൻഡ് ടൈം ഫ്രീഡം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ആണ് ഞാൻ പ്രൊജക്ട് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഇന്നത്തെ സെഷൻ ഒരു പ്രത്യേകതയുണ്ട്. എല്ലാം കണക്റ്റഡ് ആണ്. അപ്പോൾ ഒന്ന് മിസ്സായി കഴിഞ്ഞാൽ എല്ലാം മിസ്സാവും. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. എന്താണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്നാണ് ആദ്യം ഞാൻ പറയുന്നത്. ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ പ്രൊജക്ട് ടെസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നത്. എന്താണ് ഫിനാൻഷ്യൽ ഫ്രീഡം? അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾക്കറിയാം, നമ്മൾക്ക് ഇഷ്ടം പോലെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട സാധനം ഇഷ്ടമുള്ള പൈസ കൊടുത്തിട്ട് ഇഷ്ടമുള്ള സമയത്ത് നമ്മൾക്ക് വാങ്ങാനായിട്ട് പറ്റുന്ന ഒരു സിറ്റുവേഷൻ, ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്ന ഒരു സമയമുണ്ട്. അതും പ്രൈസ് ടാഗ് നോക്കാതെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമുണ്ട്. അതാണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. അതിന്റെ കൂട്ടത്തിൽ കൂടെ പറയാണ് ടൈം ഫ്രീഡം. നമ്മൾക്ക് കിട്ടുന്ന സമയം, നമുക്ക് ഫാമിലിയുടെ കൂടെ, ഇന്ന് ഒരുപാട് പണം ഉണ്ടാക്കുന്ന ആളുകളുണ്ട്, പക്ഷെ ഫാമിലിയുടെ കൂടെ 5 മിനിറ്റ് ഇരിക്കാൻ സമയമില്ലാത്ത ഒരുപാട് പേരുണ്ട്. അതൊന്നുമില്ലാതെ തന്നെ ഇഷ്ടംപോലെ പണം അക്കൗണ്ടിലേക്ക് വരികയും അതോടൊപ്പം തന്നെ ഫാമിലിയോടൊപ്പം എന്റർടൈൻമെന്റിൽ ഏർപ്പെടുകയും ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനെയാണ് ടൈം ഫ്രീഡം എന്ന് പറയുന്നത്. ഇത് രണ്ടും നമ്മൾക്ക് പ്രൊജക്ട് ടെസ്റ്റിൽ നിന്നും കിട്ടുമെന്ന് ഞാൻ 110% പറയുകയാണ്. അത്രത്തോളം ഉറപ്പിച്ച് പറയാൻ കാരണമുണ്ട്. അപ്പൊ നമ്മൾക്ക് നോക്കാം, ഈ ഫിനാൻഷ്യൽ ഫ്രീഡം നമ്മൾക്ക് എവിടെ നിന്ന് കിട്ടുക നോക്കാം.
ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യമാണ് ഫിനാൻഷ്യൽ ഫ്രീഡം, ടൈം ഫ്രീഡം എന്ന് പറയുന്നത്. അപ്പൊ ഫിനാൻഷ്യൽ ഫ്രീഡം നമ്മൾക്ക് എവിടെ നിന്നാ കിട്ടുക? ഒരു പാസീവ് ഇൻകത്തിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഫ്രീഡം നേടിയെടുക്കാൻ പറ്റുക. അങ്ങനെ നോക്കുമ്പോൾ പാസീവ് ഇൻകം, എന്താണ് പാസീവ് ഇൻകം? കേൾക്കാത്ത ആളുകളുണ്ട്. ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വന്നപ്പോഴാണ് പാസീവ് ഇൻകം എന്ന് കേട്ടത്. 2019 ഞാൻ പാസീവ് ഇൻകം എന്നൊരു ഇൻകം നമ്മുടെ ഇവിടെ ഉണ്ട് എന്ന് അറിയുന്നത് തന്നെ. അപ്പൊ പാസീവ് ഇൻകം എന്ന് പറയുന്ന അതേ സമയം തന്നെ ഒരു ആക്റ്റീവ് ഇൻകം കൂടി ഉണ്ട്. ഒരു ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ നമ്മൾക്ക് നമ്മുടെ സ്കൂളിൽ നിന്ന് കിട്ടുകയായിരുന്നെങ്കിൽ നമ്മളെല്ലാവരും അന്നേ തൊട്ട് തന്നെ എന്താണ്, സ്കൂൾ പഠനം കഴിഞ്ഞ ഉടനെ തന്നെ ഒരു പാസീവ് ഇൻകത്തിലേക്ക് കയറുമായിരുന്നു. കാരണം ആക്റ്റീവ് ഇൻകം, പാസീവ് ഇൻകം എന്ന് പറയുന്ന സമയത്ത് ആക്റ്റീവ് ഇൻകം നമ്മൾ ആക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ പ്രസൻസിൽ മാത്രം ലഭിക്കുന്ന ഒരു ഇൻകം ആണെങ്കിൽ, നമ്മളെ പ്രസൻസ് ഇല്ലാത്ത സമയത്തും നമ്മൾക്ക് ഇൻകം ലഭിക്കുന്ന ഒരു ഇൻകം ആണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. ആ പാസീവ് ഇൻകം, അതായത് ഒരു സിസ്റ്റം ഒരിക്കൽ നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുകയും ആ സിസ്റ്റം നമ്മളിലേക്ക് പണം ആജീവനാന്തം എത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമുണ്ട് സുഹൃത്തുക്കളെ. അതിനെയാണ് എന്ത് പറയാ? പാസീവ് ഇൻകം എന്ന് പറയാ. ആ സിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു കാര്യമുണ്ട്. എന്താണ് ആ സിസ്റ്റം? ആ സിസ്റ്റം എന്ന് പറയുന്നതാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സിസ്റ്റം. വേൾഡിലെ തന്നെ ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡലാണ് ശരിക്കും പറഞ്ഞാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും ഒരു ജോലിയായിട്ടൊക്കെ പറയുന്നതാണ്. നോട്ട് എ ജോബ്, അതൊരു സിസ്റ്റം ആണ്. അതായത് പല കമ്പനികളും ഫോളോ ചെയ്യുന്ന സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡലാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ആ സിസ്റ്റമാണ് നമ്മൾക്ക് പണം തരുന്നത്. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നമുക്ക് എല്ലാവർക്കും ഒരുപാട് പേര് പരിചിതമായിട്ടുള്ള ആളുകൾ ഇവിടെയുണ്ട്. ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലൂടെ എങ്ങനെയാണ് നമ്മൾ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുക? അപ്പൊ ഞാൻ പാസീവ് ഇൻകത്തിനെ പറ്റി അറിയാത്തവർക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, നമ്മൾക്ക് നമ്മളുടെ പ്രസൻസ് ഇല്ലെങ്കിലും നമ്മൾക്ക് വരുമാനം കിട്ടുക. അത് എങ്ങനെയാണ് നമ്മളുടെ പ്രസൻസ് ഇല്ലെങ്കിലും വരുമാനം കിട്ടുക? അപ്പൊ ഞാൻ പറഞ്ഞു ഒരു സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കണമെന്ന്. ഫോർ എക്സാമ്പിൾ, ഞാൻ ചെറിയൊരു രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മളൊരു വീട് പണിതു. ഒരു വീട് പണിതിട്ട് നമ്മൾ അതിൽ താമസിക്കുകയാണെങ്കിൽ എന്താണ്, അത് നമുക്ക് അതിൽ നിന്ന് വരുമാനം ഒന്നുമില്ല. പക്ഷെ നമ്മളത് റെന്റിന് കൊടുത്തിട്ട് എല്ലാ മാസവും നമ്മൾക്ക് അതിൽ നിന്നൊരു ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റെന്റ് എ കാർ ചെയ്യുന്നവര്, അതൊരു സിസ്റ്റം ആണ്. അവർ കാറ് റെന്റിന് കൊടുത്തു, അവരുടെ പ്രസൻസ് ഇല്ലെങ്കിലും അവർക്ക് എല്ലാ മാസവും റെന്റ് കിട്ടുന്നുണ്ടായിരിക്കും. ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിതു, അവര് എന്നിട്ട് ഗൾഫിലേക്കോ മറ്റു രാജ്യങ്ങളിലേക്കോ പോയി, പക്ഷെ എല്ലാ മാസവും അവർക്ക് അതിന്റെ റെന്റ് കിട്ടുന്നുണ്ടായിരിക്കും. ഇതൊക്കെ പാസീവ് ഇൻകത്തിന് ഒരു എക്സാമ്പിൾ ആണ്. അങ്ങനെ ഈ ഒരു പാസീവ് ഇൻകത്തിലൂടെ ആ ഒരു സിസ്റ്റം എന്ന് പറയുന്ന നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് നമ്മൾക്ക് ആ പ്രോഫിറ്റ് അവിടെ മാക്സിമൈസ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. അതൊരു ലിവറേജ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട് അവിടെ. ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ലിവറേജ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ അതിൽ ഇൻക്ലൂഡഡ് ആണ്. അതായത് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതായത് ഒരാളുടെ സമയത്തിനെയും എഫേർട്ടിനെയും 10ഓ 100ഓ 1000ഓ ആളുകളുടെ സമയവുമായിട്ട് മൾട്ടിപ്ലിക്കേഷൻ നടത്തുക അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ നടത്തുക, ആ ഒരു സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് അവിടെ നിന്ന് എടുക്കുന്ന പ്രോഫിറ്റിനെയാണ് ലിവറേജ് എന്ന് പറയുന്നത്. ഇന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ എടുക്കുന്ന ഇൻകം എന്ന് പറയുന്നത് ലിവറേജിലൂടെ എടുക്കുന്ന ഇൻകം ആണ്. അതായത് പ്രോഫിറ്റിനെ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിവറേജ് എന്ന് പറയുന്ന സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ലിവറേജ് സിസ്റ്റം യൂസ് ചെയ്തിട്ട് നമ്മൾക്കൊരു അസറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ അസറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ആണ് ശരിക്കും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. കറങ്ങിത്തിരിഞ്ഞ് നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലേക്ക് തന്നെ എത്തി. അപ്പോൾ അസറ്റ് ക്രിയേഷൻ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റത്തിലൂടെ നമുക്ക് നടക്കുന്നത്. ഒന്നുകൂടി ഡീറ്റെയിൽ ചെയ്യാം. അതായത് ഒരാളുടെ എഫേർട്ടിന്റെ 100% റിസൾട്ട് എടുക്കുന്നതിനേക്കാളും നല്ലതാണ് 100 ആളുകളുടെ എഫേർട്ടിന്റെ 1% എന്നുള്ളതാണ് പരമമായ സത്യം, അല്ലെ? നമ്മൾ ഒരാള് 100% പണിയെടുത്ത് അതിന്റെ റിസൾട്ട് എടുക്കുന്നതിനേക്കാളും 100 പേരുടെ പണിയിൽ നിന്നും 1% റിസൾട്ട് കിട്ടിയാൽ പോലും അത് ഹ്യൂജ് ആണ്. ആ ഒരു സിസ്റ്റം ആണ് നമ്മൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത്. അതായത് പ്രൊജക്ട് ടെസ്റ്റ് എന്തിനു ചെയ്യണം എന്ന് പറയുമ്പോൾ ഈ സിസ്റ്റം ആണ് പ്രൊജക്ട് ടെസ്റ്റ് ഫോളോ ചെയ്യുന്നത്.
അതുകൊണ്ടാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നും പറയും ഈ ഒരു സിസ്റ്റത്തിനെ. കാരണം മൾട്ടി ലെവലിൽ നമുക്ക് ഇൻകം തരുന്നത് കൊണ്ടാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് 40 ലെവൽ ഇൻകം, നമുക്ക് ഇൻകം പ്ലാൻ അറിയുന്നവർക്ക് അറിയാം, 40 ലെവൽ ഇൻകം നമ്മൾക്ക് ലഭിക്കുന്നുണ്ട്. ആ ഒരു സിസ്റ്റം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഈ ഫീൽഡിലേക്ക് വന്നതിന് ശേഷം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വർഷങ്ങളായിട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്നവരെ അറിയാം, പക്ഷെ സക്സസ് ആയിട്ടില്ല. കാരണം എന്താന്ന് ചോദിക്കുമ്പോൾ നല്ലൊരു കമ്പനി അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത്, നല്ലൊരു ഇൻകം പ്ലാൻ, നല്ലൊരു മാനേജ്മെന്റ് അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഒരു സത്യം എന്ന് പറയുന്നത്. കാരണം ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയപ്പോൾ നമ്മൾ ഫീൽഡിൽ പോകുമ്പോൾ 2 കാറ്റഗറി ടൈപ്പ് ഓഫ് ആളുകളെ കാണാറുണ്ട്. ഒരു കാറ്റഗറി നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്ത് ഫ്ലോപ്പ് ആയിട്ട് ഇനി ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിരിക്കുന്നവരെ കാണാം. ഇനി ഒരു നെറ്റ്വർക്കും ചെയ്യില്ല എന്ന് പറഞ്ഞിരിക്കുന്നവരെ കാണാനുണ്ട്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ആളുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ലൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ, നല്ലൊരു പ്ലാൻ കിട്ടിക്കഴിഞ്ഞാൽ ഇനിയും ചെയ്യും എന്ന് അന്വേഷിച്ച്, നല്ലൊരു പ്ലാൻ അന്വേഷിച്ച് നടക്കുന്ന ആളുകളെയും നമ്മൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ കാണാം. അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊരു റിക്വസ്റ്റ് ആണ്, ചില ആളുകൾക്ക് നെറ്റ്വർക്ക് ആണ് ചെയ്യുന്നതെന്ന് പറയാനായിട്ട് ഭയങ്കര മടിയാണ്. നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പ്രൊജക്ട് ടെസ്റ്റ് എന്ന് പറയും. അതെന്താന്ന് ചോദിക്കുമ്പോൾ നമ്മൾക്ക് മാന്യമായിട്ട് പറയാം, ഞാനൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നത്, അതിൽ കമ്മ്യൂണിറ്റി ക്രിയേഷൻ ആണ് ചെയ്യുന്നത്. അപ്പോ അങ്ങനെ പറയുമ്പോഴാണ് ഏത് നെറ്റ്വർക്ക് ആണ് നിങ്ങൾ ചെയ്യുന്നത്, ഏത് കമ്പനിയാണ് ചെയ്യുന്നതെന്ന് അവിടെ ഒരു ചോദ്യം വരും. കാരണം നമ്മൾ ഈ പറയുന്ന വ്യക്തി ഒരു നെറ്റ്വർക്ക്, നല്ലൊരു നെറ്റ്വർക്ക് അന്വേഷിച്ച്, നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊജക്ട് അന്വേഷിച്ച് നടക്കുന്ന വ്യക്തിയായിരിക്കാം. നമ്മൾ ഒരിക്കലും ഒരാളോടും നമ്മൾ ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെ മൂടി വെക്കരുത് എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. പണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് മോശമായിട്ടുള്ള ഒരു ബിസിനസ് ആയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ പറ്റി തന്നെ ഒരു സിലബസ് ഉണ്ട്. അത് പഠിച്ചിറങ്ങുന്ന പ്രൊഫഷണൽ ആയിട്ടുള്ള പിള്ളേർ ഇറങ്ങാൻ പോവാണ് ഈ ഒരു മേഖലയിലേക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്താ പറയാ, നമ്മൾക്ക് മാന്യമായി പറയാം, നമ്മൾ നെറ്റ്വർക്ക് ആണ് ചെയ്യുന്നത്. ഏത് നെറ്റ്വർക്ക് ആണെന്ന് അടുത്ത ക്വസ്റ്റ്യൻ വരണമെന്നുണ്ടെങ്കിൽ നെറ്റ്വർക്ക് ആണ് ചെയ്യുന്നതെന്ന് പറയണം. അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡലിലാണ് നമ്മൾ നിൽക്കുന്നത്. പ്രത്യേകിച്ചും പ്രൊജക്ട് ടെസ്റ്റ് ചെയ്യണം. വൈ പ്രൊജക്ട് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ബിസിനസ്സുകൾ ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ഈ ഒരു പ്രൊജക്ട് ഇവിടെ 1 ഇയർ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. 0 എന്ന് പറയുന്ന ആ ഒരു പേ ഔട്ടിൽ നിന്ന് ഇന്ന് കോടികളുടെ പേ ഔട്ട് ആണ് നടന്നിരിക്കുന്നത്. കോടികളുടെ പേ ഔട്ട് ഒരു 1 ഇയർ എത്തുമ്പോഴത്തേക്കും. അതുപോലെ തന്നെ സാധാരണക്കാരായ 8 ചെറുപ്പക്കാര് അവര് ഇന്ന് ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ എത്തിയിരിക്കുകയാണ് 1 ഇയർ കൊണ്ട്. ജസ്റ്റ് 1 ഇയർ. ആ ഒരു സിസ്റ്റത്തിലേക്കാണ് നമ്മളും വന്നിരിക്കുന്നത്. ഏതൊരു വ്യക്തിക്കും, ഏതൊരു സാധാരണക്കാരനും അസാധാരണക്കാരനാകാനായിട്ട് പറ്റുന്ന ഒരു മേഖലയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്ന ഇടം എന്താണെന്നുള്ള, അതിന്റെ ബ്യൂട്ടി എന്താണെന്നുള്ളത് പല ആളുകളും അറിയില്ല. പിന്നെ ഞാൻ ചില ആളുകൾക്ക് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നതിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. ഞാൻ പറയുവാണെങ്കിൽ ശരിക്കും ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ നമ്മളൊന്നും പഠിക്കാത്തത് കൊണ്ടാണ് ഇത്ര നാളും ജോലി ചെയ്തതെന്ന് പറയും. ഞാൻ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ എന്താണെന്ന് പഠിച്ചത് 2018, 19, 20 ആ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് വരുന്നത്. എന്നിട്ടും എനിക്ക് ഫുള്ളി എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും എനിക്കൊരു സപ്പോർട്ട് കിട്ടാത്തതുകൊണ്ട് എനിക്ക് ഫുള്ളി അതിലേക്ക് ഇറങ്ങി വർക്ക് ചെയ്യാനൊന്നും പറ്റാത്തത് കൊണ്ടും ഒരു ജോലിക്ക് പോയാല് ശരിക്കും പറഞ്ഞാലും ആത്മാർത്ഥമായി ജോലി ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. കാരണം എന്റെ മനസ്സിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് തങ്ങിക്കിടക്കുകയാണ്. കാരണം ഒരു പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാതെ നമ്മൾക്ക് ഇന്നത്തെ കാലത്ത് ജീവിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം സാധനങ്ങളുടെ വില കൂടുന്തോറും നമ്മളെ വരുമാനം വർദ്ധിക്കുന്നില്ല, ആക്റ്റീവ് ഇൻകത്തിൽ വർദ്ധിക്കുന്നില്ല. പക്ഷെ പാസീവ് ഇൻകത്തില് ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വല്ലാത്തൊരു ഡ്യൂപ്ലിക്കേഷൻ തന്നെ നടക്കുക. ടീമിലൂടെ വരുന്ന ഡ്യൂപ്ലിക്കേഷൻ, അതായത് ലിവറേജ് എടുക്കുന്നതിലൂടെ വരുന്ന ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ്ങിൽ ഒരു ഇൻക്രിമെന്റൽ ഗ്രോത്ത് ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. പക്ഷെ ചില ആളുകൾ പറയും 3 മാസം കൊണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ വന്നിട്ട് 3 മാസം കൊണ്ട് അല്ലെങ്കിൽ 6 മാസം കൊണ്ട് നിങ്ങൾക്ക് വേണ്ടത്ര ഗ്രോത്ത് വന്നില്ലെങ്കിൽ ആ പ്രൊജക്ടിനെ വിട്ടേക്കണം എന്ന് പറയും. എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ കാണുമ്പോൾ ചില ആളുകൾ ഒരു മാസം കൊണ്ട് ഗ്രോത്ത് എടുത്തിട്ട് കാണാം, 1 മാസം കൊണ്ട് 10 ലക്ഷം 20 ലക്ഷം മേടിച്ചിട്ട് കാണാം. ചില ആളുകൾക്ക് വന്ന് ഒരു 6 മാസം എടുത്തേക്കാം ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്ത് വരാനായിട്ട്. കാരണം ഇവിടെ വരുന്ന വ്യക്തികള് പലരും പല മേഖലയിലും
പയറ്റി തെളിഞ്ഞിട്ടുള്ള വ്യക്തികളായിരിക്കാം. പക്ഷെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആദ്യമായിട്ടായിരിക്കാം. പഠിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണത്. പഠിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അല്ലാണ്ട് ആദ്യം പഠിച്ചു വന്നിട്ട് എക്സ്പീരിയൻസ് ആയിട്ടല്ല ഇതിലേക്ക് വരുന്നത്. പഠിച്ചുകൊണ്ടാണ് പലരും ഈ ഒരു സിസ്റ്റത്തിനെ ഫോളോ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് പല ഫോൾട്ടും വന്നേക്കാം. ചിലപ്പോൾ 3 മാസം പഠിക്കാൻ തന്നെ സമയം എടുത്തേക്കാം. നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ആവാനായിട്ട് 6 മാസം സമയം എടുത്തേക്കാം. ചിലപ്പോൾ 1 വർഷം സമയം എടുത്തേക്കാം. ഇവിടെ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ടോ എന്ന് മാത്രമാണ് ഇവിടുത്തെ പ്രസക്തി. സ്റ്റിക്ക് ഓൺ ചെയ്യുന്നവർക്ക് മാത്രം, അതായത് നമ്മൾ നെല്ലിക്ക എന്ന് പറയാം, നെല്ലിക്ക പോലെയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ആദ്യം കഴിക്കും, ആ നെല്ലിക്ക മുഴുവൻ കടിച്ച് തിന്നതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ കിട്ടുന്ന മധുരം, അത് ആ നെല്ലിക്ക കടിച്ചിറക്കിയവർക്ക് മാത്രമേ ആ മധുരം നുണയാനായിട്ട് പറ്റത്തുള്ളൂ. അതേപോലെ തന്നെയാണ് ചില ആളുകൾക്ക് നെല്ലിക്ക കടിക്കുമ്പോഴത്തേക്കും വലിച്ചെറിയുന്നത് കാണാം. അവർക്ക് ഈ ഒരു മധുരം നുണയാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ് മോഡൽ, സക്സസ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു ബിസിനസ് മോഡലിലേക്ക് വന്നിട്ടുള്ള എല്ലാവരും, ഞാൻ പറയുവാണെങ്കിൽ ഇന്ന് ഈ ഒരു മീറ്റിംഗിൽ ഇരിക്കുന്ന എല്ലാവരും ലൈഫില് എന്തെങ്കിലുമൊക്കെ ആവണം എന്ന് വിചാരിച്ചിട്ടുള്ള ആളുകളാണ്. ഞാൻ പറയുകയാണ് സുഹൃത്തുക്കളെ, ഇതുവരെ നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ വിട്ടേക്കൂ. അതായത് ഇനി നമ്മൾക്ക് വിജയിക്കാനുള്ള ദിവസത്തിന്റെ ആദ്യത്തെ ദിവസമാണെന്ന് കരുതിയാൽ മതി. ഇനി അങ്ങോട്ടുള്ള വിജയിക്കാനുള്ള ദിവസത്തിന്റെ ഫസ്റ്റ് ഡേ ആണ് ഇന്ന് എന്ന് മാത്രം കരുതിക്കൊണ്ട് നമ്മൾ ഈ പ്രൊജക്റ്റിനെ ഏറ്റെടുക്കാത്തവർ ഏറ്റെടുക്കുക. ഇനിയും ജോയിൻ ചെയ്യാതെ പുറത്തു നിന്ന് കളി കാണുന്നവര് ജോയിൻ ചെയ്ത് കളിക്കളത്തിലേക്ക് ഇറങ്ങി നമ്മൾക്ക് പഠിച്ചുകൊണ്ട് ഈ ഒരു ബിസിനസ്സിനെ, നല്ല കെട്ടുറപ്പുള്ള ഒരു ബിസിനസ് ആണ്. നമ്മൾ മാനേജ്മെന്റിനെ തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകാനായിട്ട് പറ്റും. അത് കൂടാതെ തന്നെ നമ്മൾ ടോപ്പ് ലീഡർ, ലേഡി ടൈഗർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന നുസ്രത്ത് മാമിന്റെ ആ ഒരു സംസാരം നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് ആ മാഡത്തിന്റെ ടോക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ ആ ഒരു വ്യക്തി ടോപ്പ് 8 എന്ന് പറയുന്ന 8 ചെറുപ്പക്കാരിലേക്ക് ഈ ഒരു പ്രൊജക്ടിനെ കൊടുത്തപ്പോ അവര് ആ പ്രൊജക്ട്, ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, ആ പ്രൊജക്ട് കൊണ്ടൊരുത്തി നിൽക്കല്ല ചെയ്തത്, അവരതും കൊണ്ട് ഓടി എന്ന് വേണം പറയാൻ. അതുകൊണ്ടാണ് ഈ ഒരു വർഷം എത്തി നിൽക്കുന്ന സമയത്ത് അവർ ഡോൺ പിൻ എന്ന് പറയുന്ന ഒരു അച്ചീവ്മെന്റ് എടുത്തുകൊണ്ട് ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ എത്തിക്കൊണ്ട് ഒരുപാട് കുടുംബങ്ങളിലേക്ക് വരുമാനം എത്തിച്ചിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണത്. നിങ്ങൾക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ തെളിവാണ്. ഇത് വെറുതെ പറയുന്നതല്ല. ഇത് നിങ്ങൾക്ക് സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ തെളിവ് കാണാം. എത്ര സക്സസ്ഫുൾ വിഡ്രോവൽസിലൂടെ എത്ര വരുമാനം എടുത്തു എന്നുള്ളത് സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് പേജിൽ വരുന്ന ഒരു കാര്യമാണ്. അത് ആർക്കും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതൊരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ്. 100% ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം ആണ്. ഇതിൽ ആർക്കും ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കിട്ട്. ഇത് ഓൾറെഡി ചെയ്തു വെച്ചിട്ടുള്ളതാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതില് അറിയാത്ത വ്യക്തികൾ മാത്രമാണ് ഇതിൽ സംശയിച്ച് നിൽക്കുള്ളൂ. ഈ ഒരു ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം എന്താണെന്ന് അറിയുന്ന വ്യക്തികളോട് അധികം സംസാരിക്കേണ്ടി വരില്ല നമ്മൾക്ക്. അപ്പോ ഈ ഒരു പ്രൊജക്റ്റിനെ മനസ്സിലാക്കുകയും ഈ ഒരു പ്രൊജക്റ്റിൽ വിശ്വസിക്കുകയും പ്രൊജക്റ്റിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് വിജയം നിശ്ചയമായിട്ടും ഉണ്ടാവുന്ന കാര്യമാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിന്റെ ഭാഗമായിട്ട് ഞാൻ ഒരിക്കൽ കൂടി ഒരു കാര്യം കൂടെ പറയുകയാണ്. നിങ്ങള് മുന്നേ ഏത് ബിസിനസ് ചെയ്തോട്ടെ, നിങ്ങൾക്ക് നേടാമെന്ന് വിചാരിച്ച് പലതും നേടാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ആ ബിസിനസ്സിലേക്ക് കടന്നു ചെന്നിട്ടുണ്ടാവുക. അവിടെ നേടാൻ പറ്റാത്ത കാര്യങ്ങള് നിങ്ങൾ മറന്നു കളയുകയോ അല്ലെങ്കിൽ ആ സ്വപ്നങ്ങൾ ഇല്ലാതാക്കുകയോ വേണ്ട. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ബിസിനസ്സിലൂടെ, നമ്മൾ ഈ പ്രൊജക്ട് ടെസ്റ്റിലൂടെ നമുക്ക് ആ വിജയങ്ങളെല്ലാം നേടിയെടുക്കാൻ പറ്റുന്നുള്ള 100% ഉറപ്പ് തരാനായിട്ട് പറ്റുന്ന ഒരു പ്രൊജക്റ്റ് ആണിത്. അത് നമ്മൾക്ക് മുന്നേ നടന്ന ആളുകൾ വഴി വെട്ടിത്തെളിച്ച് ഇട്ടേക്കാണ്. ഒരു ജ്യൂസ് പരുവത്തിലാണ് ഇന്ന് നമുക്ക് പ്രൊജക്ട് ടെസ്റ്റ് ഉള്ളത്. എല്ലാം ഉണ്ട്, നമ്മൾ എടുത്താൽ മാത്രം മതി, എടുത്ത് കഴിച്ചാൽ മാത്രം മതി എന്ന് പറയുന്ന പോലെയാണ് പ്രൊജക്ട് ടെസ്റ്റിന്റെ ഇന്നത്തെ ഒരു പോക്ക്. അതുകൊണ്ട് തന്നെ ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സിസ്റ്റത്തിലൂടെ അല്ലെങ്കിൽ മാൻ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ നടക്കുന്നത്, ഡ്യൂപ്ലിക്കേഷൻ ആണ് നടക്കുന്നത്. ഈ ഡ്യൂപ്ലിക്കേഷൻ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഇന്ന് നമ്മുടെ നിരത്തിലൂടെ ഓടുന്ന പല പ്രീമിയം കാറുകളും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ലീഡേഴ്സിന്റെ ആയിരിക്കും. ഇനി അങ്ങോട്ട് അങ്ങനെ ആയിരിക്കും. കാരണം പ്രൊഫഷണൽസ് ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ജോലി എന്ന് പറയുന്നതിനോട് ഒരുപാട് പേർക്ക് മാറ്റങ്ങൾ വന്നു. എല്ലാവരും പാസീവ് ഇൻകത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കാര്യത്തിന് ഒരു 10ാം ക്ലാസ്സിലെ പാഠ്യവിഷയം ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന പലരും ജോലിക്ക് പോലും പോവില്ലായിരുന്നു. അന്നേ തൊട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്താനെ. പക്ഷേ നമ്മളെ വൈകിയാണെങ്കിലും ഈ ഒരു ബിസിനസ് ഏത്
ഏത് ബിസിനസ് ആണെന്നും എന്ത് തരം ബിസിനസ് ആണെന്നും അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ബിസിനസ് ആണെന്നും അറിഞ്ഞത് മുതൽ ഒരാളും പണിക്ക് പോയിട്ടുണ്ടാവില്ല. ഞാൻ പണിക്ക് പോയിട്ടില്ല അറിഞ്ഞ പിന്നെ. അപ്പോ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡലാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ പ്രൊജക്ട് ടെസ് ആ ഒരു ബിസിനസ് മോഡലിനെയാണ് ഫോളോ ചെയ്യുന്നത്. സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ ഇവിടെ നിൽക്കുന്നവർ മനസ്സിലാക്കുക, സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഇത്രയാണ് എനിക്ക് ഇന്ന് നിങ്ങളോട്ട് ഷെയർ ചെയ്യാനുള്ള കാര്യം. ഇന്ന് നമ്മൾക്ക് ഒരു ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരു സക്സസ്ഫുൾ ട്രെയിനർ ആണ്. ഈ വളരെ അടുത്താണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ട്രെയിനിങ് ഒരു വളരെ കുറച്ച് സമയം മാത്രമാണ് കേട്ടിട്ടുള്ളത്. സക്സസ്ഫുൾ ട്രെയിനർ എന്ന് പറയുമ്പോൾ അദ്ദേഹം നമ്മളെ പ്രൊജക്ട് ടെസ്റ്റിന്റെ പുറത്ത് നിൽക്കുന്ന ഒരാളാണ്. അതും കൂടെ ഞാൻ എടുത്തു പറയുകയാണ്. പ്രൊജക്ട് ടെസ്റ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രൊജക്ട് ടെസ്റ്റിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരാളല്ല, പുറത്ത് നിൽക്കുന്ന ആളാണ്. നമ്മളെ പ്രൊജക്റ്റിനെ പറ്റി അദ്ദേഹം പഠിക്കുകയും ആ ഒരു പ്രൊജക്ടിന്റെ ട്രെയിനിങ് നമ്മൾക്ക് തരികയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഒരുപാട് മൂല്യമുണ്ട്. കാരണം പല ആളുകളും പറയാറുണ്ട്, നിങ്ങൾ നിൽക്കുന്ന കമ്പനിയല്ലേ, നിങ്ങൾ അങ്ങനെ പറയാം ഇങ്ങനെ പറയാം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ പ്രൊജക്ടിന് പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തി നമ്മളെ പ്രൊജക്ടിനെ വിലയിരുത്തുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കേൾക്കാം. ആ ഒരു അവസരമാണ് നമ്മൾക്ക് വന്നിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ എല്ലാവരെയും സമ്മതത്തോട് കൂടിയിട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. മിസ്റ്റർ അസ്ലം ഖാലിദ്, വെൽക്കം സർ, ഓവർ ടു യു. Thank you. Guys, good morning, TES family members. എല്ലാവരും വളരെ സന്തോഷം, കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. വളരെ മനോഹരമായൊരു പ്രസന്റേഷൻ. ടെസ് എന്ന് പറയുന്ന ഒരു ഫാമിലിക്ക് വരും കാലത്ത് ഇവിടുത്തെ ഒരു വലിയൊരു ജനറേഷനെ ലീഡ് ചെയ്യാൻ സാധിക്കുന്ന, വരും കാലങ്ങളിൽ ഒരുപാട് പേരെ ട്രെയിൻ ചെയ്ത് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്ന വളരെ പാഷനേറ്റ് ആയിട്ടുള്ള വിഷനറി ആയിട്ടുള്ള നീതുവിന്റെ പ്രസന്റേഷൻ വളരെ ഫെന്റാസ്റ്റിക്. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. നല്ല പ്ലസന്റ് ഫേസ് ആണ്. നല്ല പ്ലസന്റോട് കൂടിയിട്ട് മൊത്തം അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചു. പറഞ്ഞ പോയിന്റുകളൊക്കെ വളരെ വാല്യുബിൾ ആയിരുന്നു. എനിവേ അത് ഞാൻ ടോട്ടലി ഞാൻ ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നു. കാരണം നമ്മളെല്ലാ ലൈഫിൽ ഒരുപാട് ആളുകൾക്ക് ഭയങ്കര പാഷൻ ഉണ്ടാവും ജീവിതത്തിൽ. എനിക്ക് ഈ ഒരു രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്യണം, എനിക്ക് നല്ല സ്പീക്കർ ആവണം, നല്ല ട്രെയിനർ ആവണം, ഐ വോണ്ട് ടു ട്രാൻസ്ഫോം ദ പീപ്പിൾ. പല രീതിയിലും ആളുകൾ, ഒരുപാട് പാഷനേറ്റ് ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മൾ കൃത്യമായി ഒബ്സർവ് ചെയ്യുക. ടോപ്പ് 8 ഇപ്പം എടുത്തിട്ടുള്ള ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ മോർണിംഗ് സൂം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന്റെ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നിങ്ങൾ കണ്ടിന്യൂസ്ലി പ്രോഗ്രാം കയറുന്നുണ്ട്. എന്താണ് ഇവിടെ ടോപ്പ് 8 ആയിക്കോട്ടെ, ഇനിയിപ്പോൾ T3 എന്ന് പറയുന്ന ആ പുതിയ ആ ഒരു ബ്രാൻഡ്, ടോപ്പ് 8നെ തന്നെ ഒരു ടോപ്പ് സിസ്റ്റം ബ്രാൻഡാണ്. ഒരുപാട് സിസ്റ്റം അറിയുന്ന ആളുകളാണ്, പണി അറിയാവുന്ന ആളുകളാണ്. അവർ പഠിച്ചു വെച്ച ഒരു പ്രോഗ്രാമാണ് മോർണിംഗ് സൂം, മോർണിംഗ് വൈബ് എന്ന് പറയുന്നത്. എന്താണ് ഈ പ്രോഗ്രാം കൊണ്ട് ടോട്ടൽ ഉദ്ദേശിക്കുന്നതെന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? പ്രോജക്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നീതു സ്റ്റാർട്ട് ചെയ്തു. പ്രോജക്ട് ടെസ്റ്റിനെ പറ്റി ആര് സംസാരിക്കും? ഞാൻ കുറച്ച് കാര്യങ്ങൾ, ഞാൻ സത്യം പറഞ്ഞ വലിയൊരു നീണ്ട പ്രസംഗത്തിനോ ഒന്നും വന്നതല്ല. ഞാൻ ഇന്നലെ ഇവിടെ ഒരു നിങ്ങളുടെ ടോപ്പ് 8 ഈ ടെസ്റ്റ് വേഴ്സിലുള്ള ഒരു 50ഓളം വരുന്ന കോർ കമ്മിറ്റിയിലുള്ള ഇന്ന് ഈ ഒരു പ്രോഗ്രാമിന് ലീഡ് ചെയ്യുന്ന ഒരു 50ഓളം വരുന്ന മെമ്പേഴ്സിനെ മീറ്റ് ചെയ്യാനും അവരുമായിട്ട് സംവദിക്കാനും അവരുമായിട്ട് നിലവിലുള്ള ചില ഫീഡ്ബാക്കുകൾ നമ്മൾ ക്ലിയർ ആക്കിക്കൊണ്ട് അടുത്ത ഒരു 6 മാസം കൊണ്ട്, ഇപ്പോൾ 1 വർഷമായി ടെസ്റ്റ് വേഴ്സ് കംപ്ലീറ്റ് ആയി. എനിക്കറിയാം, തൃശ്ശൂരുള്ള ഒരു ചെറുപ്പക്കാരൻ, വളരെ ഒരു യൂത്ത് ആയിട്ട് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ, എൻ്റെ നാട്ടുകാരൻ തന്നെയാണ്. ഒരു രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയം, ചെറിയൊരു ആശയമല്ല. അതായത് Web3 എന്നറിയാം നിങ്ങൾക്ക്. ഈ പറയുന്ന Web3 എന്ന് പറയുന്ന ടെക്നോളജി ഡെവലപ്പ് ചെയ്തപ്പോൾ, ഇന്റർനെറ്റിന്റെ ഏറ്റവും വലിയ സെക്യൂർഡ് വേർഷനായിട്ട് ഇന്ന് Web3 ഡെവലപ്പ് ചെയ്തപ്പോൾ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, ക്രിപ്റ്റോ കറൻസി, അതുപോലെ ഡീസെൻട്രലൈസ്ഡ് പ്രോഗ്രാം, സ്മാർട്ട് കോൺട്രാക്ട്, ഡെഫി, അതുപോലെ തന്നെ മെറ്റാവേഴ്സ്, NFT എന്ന പല ആശയങ്ങൾ ആളുകളിലേക്ക് അറിയാൻ തുടങ്ങിയപ്പോൾ, ഇതൊരു അറിവ് മാത്രമല്ല, ഇത് ചെയ്ത് ശീലിക്കേണ്ട ഒരു കാര്യമാണ്. ആളുകൾ ചുമ്മാ അറിഞ്ഞുകൊണ്ട് മാത്രം, ചുമ്മാ നോളജ് മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കേണ്ട കാര്യമില്ല. ഈ Web3യുമായി ബന്ധപ്പെട്ട ഏതെല്ലാം മേഖലകൾ, ഡെഫി എന്ന് പറയും, ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസ്, ഞാൻ ഇന്നലെ സംസാരിച്ചൊരു മാറ്ററാണ്. ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസ് എന്ന് പറയുന്നത് ഒരു ഡെമോക്രാറ്റിക് ഫിനാൻസ് ആണ്. എല്ലാവർക്കും പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി ഏതൊരു സാധാരണക്കാരനും പണക്കാരനും അല്ലെങ്കിൽ ഏത് കാറ്റഗറി ആളുകൾക്കും ഒരുപോലെ ചെയ്യാവുന്ന, ഒരേ തുല്യ നീതിയോടുകൂടി ഓപ്പൺ ചെയ്ത് ഒരേ വരുമാനം ഉണ്ടാക്കാവുന്ന, ഒരേ അച്ചീവ്മെന്റ് ഉണ്ടാക്കാവുന്ന, ഇന്ന് ലോകം ഇംപ്ലിമെന്റ് ചെയ്ത
ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് സ്ട്രാറ്റജി, അല്ലെങ്കിൽ ഇന്ന് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ Web3 വന്നപ്പോൾ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഈ പറയുന്ന ഡെഫി ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസ് എന്ന് പറയുന്നത്. സോ ആ ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസുമായി ബന്ധപ്പെട്ട് ഒരു പ്രോഗ്രാം അദ്ദേഹം ഡിസൈൻ ചെയ്യുകയും ആ പ്രോഗ്രാമിൽ നമ്മൾ ഇന്ന് വരെ കേൾവിയുള്ള മെറ്റാവേഴ്സ് അടങ്ങിയിട്ടുള്ള, അല്ല മെറ്റാവേഴ്സ്, സ്മാർട്ട് കോൺട്രാക്ട്, ഡീസെൻട്രലൈസ് അടക്കമുള്ള ഇന്നത്തെ ഈ ഒരു ഇൻഡസ്ട്രിയിലൂടെ ഏതെല്ലാം രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുമോ, ഏതെല്ലാം രീതിയിൽ ഇന്ന് ലോക ജനങ്ങളിലേക്ക് പ്രോഗ്രാം എത്തിക്കാൻ സാധിക്കുമോ ആ രീതിയിലേക്ക് എത്തിക്കണമെന്നുള്ള ഒടുക്കത്തെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ആ രഞ്ജിത്ത് എന്ന ഒരു ചെറുപ്പക്കാരൻ തുടങ്ങി വെച്ച പ്രൊജക്ട് ടെസ് എന്ന് പറയുന്ന ഒരാശയം ഇന്ന് അത് ഒപ്പം തന്നെ ഒരു കെവിൻ എന്ന് പറയുന്ന ഞാൻ അറിയുന്ന എൻ്റെ ഒരു എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാം ആ ഒരു വ്യക്തിയുടെ ഒരു വ്യക്തിത്വം എന്താണെന്നും ആ വ്യക്തിയുടെ ബിഹൈൻഡ് ഒരുപാട് പഠിക്കുന്ന ഒരു കൂട്ടുകാരൻ കൂടി, ഒരുപാട് പഠിച്ച് ഒരുപാട് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് ആ കെവിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. ഇപ്പം നിങ്ങൾക്ക് എന്താ പറയുക, ഈ ടെസ്സിന്റെ നെടുന്തൂണായി നിൽക്കുന്ന അബുക്ക. കാരണം ഞാൻ ഇന്ന് മാർക്കറ്റിൽ പരിചയപ്പെട്ട എനിക്ക് വേണ്ടപ്പെട്ട ആളുകളൊക്കെ അദ്ദേഹത്തെ പറ്റി സംസാരിച്ചു. ഹി ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മാൻ. ഞാൻ പറഞ്ഞു, ഒരു വ്യക്തി ഒരു മനുഷ്യനെ പോലും പറ്റിക്കാൻ അറിയാത്ത, എല്ലാവരെയും നന്മ ആഗ്രഹിച്ചുകൊണ്ട് ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്ന ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞു. ആ ഒരു അബുക്ക, അതുപോലെ തന്നെ കെവിൻ, രഞ്ജിത്ത് അടക്കമുള്ള ആളുകൾ ഇന്ന് നീണ്ടു നിവർന്ന് നിന്നപ്പോൾ ഇന്ന് ലോകത്ത് ഒരുപാട് പ്രോഗ്രാമുകൾ ഇന്ന് ഞാൻ ഡെവലപ്പ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. പല പ്രോഗ്രാമുകൾക്ക് ഞാൻ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. ഈ ട്രെയിനിങ് കൊടുത്തപ്പോൾ ഞാൻ കാണുന്ന ഒരു വികാസം എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ ഒരു കോയിൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. ആ ഡെവലപ്പ് ചെയ്ത കോയിന് വേണ്ടിയിട്ടുള്ള കുറെ യൂട്ടിലിറ്റിക്ക് വേണ്ടി ചില പ്രോഗ്രാമുകൾ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടാവും. അതിനപ്പുറത്തേക്ക് ഒരാശയവും എല്ലാം ഒരു പേപ്പറിന്റെ നോട്ടിൽ മാത്രം, ഒരു എക്സലോട്ടോ നമ്മൾ കൊണ്ടുവരും, മെറ്റാവേഴ്സ് വരും, NFT വരും, അല്ലെങ്കിൽ ഇനി പുതിയ നൂതന ടെക്നോളജി എല്ലാം കൊണ്ടുവരും, തുടരും. അത് ഈ പണ്ട് മാസിക വായിച്ചിട്ട്, പണ്ട് ഒരു പരിപാടി ഉണ്ട്, മാസിക തുറന്ന് വായിക്കും. അപ്പൊ ഭയങ്കര ഇമോഷണലായിട്ട് ഇങ്ങനെ വായിക്കും. പിള്ളേരിങ്ങനെ മനോരമ ഓരോ മാധ്യമവും ഓരോ ലക്കും മേടിച്ചിട്ട് ഇരുന്ന് വായിച്ച് അവസാനം എന്ത് ചെയ്യും, അവനെ കാണുന്നു. ഇന്ന് എന്ത് സംഭവിക്കുമെന്ന് അറിയാം, അടുത്ത ലക്കം കാത്തിരിക്കുക, തുടരും എന്ന് പറയുന്ന അവസ്ഥ പോലെ എല്ലാ പ്രോഗ്രാമിന്റെ അവസാനം ഇതെല്ലാം വരും എന്ന് പറഞ്ഞുകൊണ്ടൊരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. ആ ഫുൾ സ്റ്റോപ്പ് ഇല്ലാതെ ഇന്ന് ടെസ്സിനെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം? ഇനി ഞാൻ പറയാൻ പോകുന്ന കുറച്ച് പോയിന്റ് ശ്രദ്ധിച്ചു. ടെസ് എന്ന് പറയുന്ന പ്രോഗ്രാം പറ്റി നിങ്ങൾക്ക് എന്തറിയാമെന്ന് ചോദിച്ചാൽ, മേ ബി ഇതിൽ ഒരുപാട് പ്രോഗ്രാം ചെയ്യുന്ന ആളുകളുണ്ട്. നിങ്ങൾ ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ് ഞാൻ മനസ്സിലാക്കിയത്, ഇന്ന് ഇങ്ങനെ ഒരു മോർണിംഗ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് ഡെയിലി പല നോളജ് ഓറിയന്റഡ് ആയിട്ടുള്ള പല വിഷയങ്ങൾ ഇവിടെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മോർണിംഗ് തന്നെ കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ എന്താണ്? നിങ്ങൾക്ക് മോർണിംഗ് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് എന്താണ്? നിങ്ങൾക്ക് മോർണിംഗ് തന്നെ കിട്ടുന്ന നിങ്ങളുടെ ആ ഒരു ലൈഫിൽ കിട്ടുന്ന ഒരു എനർജി എന്താണ്? ഇതുപോലെ മോർണിംഗ് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്തുകൊണ്ടല്ലേ ഇവിടെ നീതുവിനെ പോലെ ഒരുപാട് പ്രസന്റേഴ്സ് ഉണ്ടായത്, അനീഷയെ പോലെ ഒരു MC ഉണ്ടായത്. ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ തന്നെ നേരത്തെ നീതു പറഞ്ഞ ടോപ്പിക് കടമെടുത്തുകൊണ്ട് പറയട്ടെ, ലിവറേജ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം. നമുക്ക് ഇല്ലാത്ത കഴിവ് മറ്റുള്ളവരുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരുടെ കഴിവിനാൽ നമ്മൾ നമ്മുടെ ബിസിനസ്സിനെ വളർത്തുന്നതിനാണ് ലിവറേജ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഇപ്പൊ ഉത്തരവാദിത്തങ്ങൾ എന്ന് പറഞ്ഞാൽ ലീഡർഷിപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. വെൻ യു ലീഡ് എ ടീം യു ഹാവ് ടു ഡെലിഗേറ്റ് യുവർ സെൽഫ് എന്ന് പറയും. ഡെലിഗേറ്റ് യുവർ സെൽഫ് മീൻസ് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, യു കാൻ ഡു എവറിത്തിങ് ഓൾ ബൈ യുവർ സെൽഫ് എന്ന് പറയും. ഞാൻ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്ത് എനിക്കൊരു ടീം ഉണ്ടെങ്കിൽ എല്ലാ കാര്യവും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും, ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ തന്നെ MC ചെയ്യും, ഞാൻ തന്നെ പ്രസന്റ് ചെയ്യും, ഞാൻ തന്നെ കോർഡിനേറ്റ് ചെയ്യും, ഞാൻ തന്നെ ഇവിടെ നേതാവ്, ഞാൻ തന്നെയാണ് എൻട്രി അടിക്കുന്നത്, ഞാൻ തന്നെ രജിസ്റ്റർ ചെയ്യുന്നത്, ഞാൻ അറിയാതെ ഒരു സാധനം ഇവിടെ നടക്കണം എന്ന രീതിയിലുള്ള ഒരു മൈൻഡ് വിട്ടിട്ട് ഡെലിഗേറ്റ് യുവർ സെൽഫ് മൈ ഡിയർ ഫ്രണ്ട്സ്. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി വിട്ടു കൊടുക്കുക, അല്ലെ മറ്റുള്ളവരിലേക്ക് എന്ത് ചെയ്യുക, ഉത്തരവാദിത്തങ്ങളെ വിട്ടുകൊടുക്കുക എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. സോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് മോർണിംഗ് സൂമിൽ പല ആളുകൾ വന്ന് പ്രസന്റ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടുകയാണ്. ഈ ഓപ്പർച്യൂണിറ്റി നല്ല പ്രസന്ററെ നമുക്ക് കിട്ടും, നല്ല MC-കളെ കിട്ടും, ഒരു കാര്യം ഏൽപ്പിച്ച ഭംഗിയായിട്ട് ചെയ്യാൻ കഴിവുള്ള കപ്പാസിറ്റിയുള്ള ആളുകളെ വാർത്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമായിട്ട് ഈ മോർണിംഗ് സൂം മാറും. ഈ മോർണിംഗ് സൂം കഴിഞ്ഞ നിരന്തരമായ ദിവസങ്ങൾ നിങ്ങൾക്കറിയാമെന്ന് ഒരു വ്യക്തിയുടെ ഫോട്ടോ കണ്ട, ഷീ ഈസ് ഗുഡ്, അവൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്പീക്കറാണ്, ഇന്ന് പ്രോഗ്രാം കയറിയ കുറച്ച് ഗുണം ഉണ്ടാവും. അല്ലെങ്കിൽ KK സാറിന്റെ ഫോട്ടോ കാണുന്നു, KKയുടെ പ്രസന്റേഷൻ ആണ്, നമുക്കിന്ന് കയറാം. സോ പല ആളുകളുടെയും ഒരു കോമ്പറ്റീറ്റീവ് എഡ്ജ് ആണ് പ്രോഗ്രാം. നിങ്ങൾ മനസ്സിലാക്കുക, ജീവിതത്തിൽ എല്ലാവർക്കും നല്ല പ്രസന്റേഴ്സ് ഉണ്ട്. ആ പ്രസന്റിൽ നിങ്ങളുടേതായിട്ടൊരു കോമ്പറ്റീറ്റീവ് എഡ്ജ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചാൽ എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് എന്ത് കൊണ്ടുവരാൻ സാധിക്കും, എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ കോമ്പറ്റീറ്റീവ് എഡ്ജ്. ഒരുപാട് ഡോക്ടർമാരുണ്ട്, ചില ഡോക്ടർമാർ സ്പെഷ്യലൈസ്ഡ് ആണ്,
ക്ലിയർ. ഇപ്പൊ കുട്ടിക്ക് ഒരു അസുഖം വന്നാൽ നമ്മൾ കുട്ടികൾ സ്പെഷ്യലിസ്റ്റിന് കൊണ്ടുപോകും. അതെന്താണ് പ്രത്യേകത? ആ ഡോക്ടർക്കുള്ള ഒരു കോമ്പറ്റീറ്റീവ് എഡ്ജ് എന്ന് പറയുന്നത് ഹി ഈസ് ദ സ്പെഷ്യലിസ്റ്റ് ഇൻ കിഡ്സ് എന്ന് പറയും. സോ ഏതൊരു ഡിപ്പാർട്ട്മെന്റിലും ഏതൊരു പ്രൊഫഷനിലും ടീച്ചിങ് ആയിക്കോട്ടെ, എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, ഇനി ട്രെയിനേഴ്സ് ആയിക്കോട്ടെ, ഇനി മറ്റ് കമ്പനികളായിക്കോട്ടെ, എല്ലാവരും പ്രൊഫഷണലി കീപ്പ് ചെയ്യേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊഫഷണലി നമുക്ക് ഉണ്ടാക്കേണ്ട ഒരു കോമ്പറ്റീറ്റീവ് എഡ്ജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ആ കോമ്പറ്റീവ് എഡ്ജ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രസന്റേഷൻ നിങ്ങളുടേതായിട്ടുള്ള ഒരു വ്യക്തി സ്വാതന്ത്ര്യം കൊണ്ടുവരിക, ഒരു ചേഞ്ചസ് കൊണ്ടുവരിക ഇൻഷാ അല്ലാ. അപ്പൊ അങ്ങനെയുള്ളൊരു കോമ്പറ്റീവ് എഡ്ജ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക. അപ്പൊ ഈ മാർക്കറ്റിലെ പ്രോജക്റ്റിനെ സംബന്ധിച്ച് ടോപ്പ് 8 കോർഡിനേറ്റ് ചെയ്ത് T3 കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു മോർണിംഗ് സൂം വന്നപ്പോൾ ഇവിടെ ഒരുപാട് പ്രസന്റേഴ്സ് വന്നു, ഒരുപാട് MC വന്നു. നിങ്ങൾ ചെറിയ ചെറിയ ടോപ്പിക്കുകളൊക്കെ വായിച്ചിട്ട് അത് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ലോകത്ത് ഒരു അറിവും ആരുടെയും കുത്തകയല്ല. നോളജ് ഇസ് നോബഡീസ് ഓൺ മോണോപോളി, റാദർ ഇറ്റ്സ് എ ബർത്ത് റൈറ്റ് ഓഫ് എവറിബഡി എന്ന് പറയുന്ന പോലെ ആരുടെയും കുത്തകയൊന്നുമല്ല. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ 4 ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് സന്തോഷം ഉണ്ടാവുള്ളൂ. സോ ആ രീതിയിലേക്ക് നിങ്ങൾ ഒരുപാട് പ്രസന്റേഷൻ ഉണ്ടാക്കാൻ ടോപ്പ് 8 സാധിച്ചു എന്നുള്ള കാര്യം ഇന്നലത്തെ പ്രോഗ്രാമിൽ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അത് മുന്നോട്ട് പോട്ടെ. ഞാൻ പറഞ്ഞു വന്ന മാറ്റർ എന്താണ് പ്രൊജക്ടേഴ്സ്? ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു തൃശ്ശൂരിലെ ചെറുപ്പക്കാരൻ തുടങ്ങി വെച്ചൊരു പ്രോഗ്രാം കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഏകദേശം ഒരു 55 കോടി രൂപയുടെ ഇൻപുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 35ഓളം കോടി പേ ഔട്ട് കൊടുത്ത ഇന്ന് ഞാൻ പറഞ്ഞ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് കമ്പനി ആയിട്ട് പ്രൊജക്ടേഴ്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ടെസ്വേഴ്സ് എന്ന് പറയുന്നതിന്റെ ഭാഗമായിട്ട് ടെസും മെറ്റാവേഴ്സുമായി കണക്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു പ്രോജക്റ്റ്. നിങ്ങൾക്കറിയാം വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് എന്ന് പറയുന്ന വെബ് 2.0 എന്ന സിസ്റ്റം ഡെവലപ്പ് ചെയ്ത സമയത്ത് നമുക്ക് വായിക്കാൻ മാത്രം സാധിച്ചിരുന്ന ഒരു മേഖലയിൽ നിന്നുകൊണ്ട് നമുക്ക് വായിക്കാനും എഴുതാനും ഫീലിംഗ് ഷെയർ ചെയ്യാനുമുള്ള ഒരു വലിയ ടെക്നോളജി ഡെവലപ്മെന്റ് ആയിട്ട് വെബ് 2 വന്നപ്പോൾ അവിടെ ഹിറ്റായ സോഷ്യൽ മീഡിയ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ, വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഇന്ന് പേര് മാറി മെറ്റ എന്ന് ശ്രദ്ധിച്ച് കാണാം. അതെല്ലാം വെബ് 3 എന്ന് പറയുന്ന പുതിയ ടെക്നോളജിക്ക് കൺവേർട്ട് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് മെറ്റ എന്നതിലേക്ക് കൺവേർട്ട് ചെയ്തത്. ഇതേപോലെ തന്നെ നിങ്ങൾ പ്രോജക്ട് ടെസ് എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും കൂട്ടി വായിക്കുന്നത് ടെസ്വേഴ്സ് എന്നാണ്. എന്താണ് ടെസ്വേഴ്സ്? വരുന്ന ഫ്യൂച്ചർ മെറ്റാവേഴ്സ് എന്ന് പറയുന്ന ഒരു പുതിയ പ്രോജക്റ്റിലേക്ക് ഓൾറെഡി ദീർഘവീക്ഷണത്തോടു കൂടി വിഷണറിയോട് കൂടിയിട്ട് ഇന്ന് ഇംപ്ലിമെന്റ് ചെയ്തൊരു പ്രോഗ്രാമാണ് ടെസ്വേഴ്സ്. ഞാൻ പറഞ്ഞ ആ ഒരു പ്രോഗ്രാം ഇന്ന് ഇറങ്ങി ടോപ്പ് 8 എന്ന് പറയുന്ന സിസ്റ്റത്തിലേക്ക് എത്തി. അവിടെ നിന്ന് ഒരു വലിയൊരു ജനറേഷനിലേക്ക് പ്രോഗ്രാം എത്തിയിട്ടുണ്ട്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബാക്കിയുള്ള പ്രോജക്റ്റ് തമ്മിൽ എന്തൊക്കെയാണ് വ്യത്യാസം പ്രോജക്ടേഴ്സിന് ഉണ്ടെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ ഈ ഒരു രീതിയിലേക്ക് ഒരു ടെസ്വേഴ്സ് എന്ന പ്രോഗ്രാമുകൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട. ഇവിടെ നിങ്ങൾ ചുമ്മാ ഒരു ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2x കിട്ടുന്ന പ്രോഗ്രാമായിട്ട് മാത്രം ഈ പ്രോഗ്രാമിനെ കാണരുത്. അല്ലെങ്കിൽ നിങ്ങൾ അഫിലിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി ഒരു 5 റെഫറിലും ഒരു 3 ലൈനും മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു 4x വരുമാനം കിട്ടും. അല്ലെങ്കിൽ ഞാൻ ഇട്ട എമൗണ്ടിന്റെ ഒരു 10x ബിസിനസ് ഇട്ട് കഴിഞ്ഞാൽ ഒരു 4x വരേക്ക് എനിക്ക് വരുമാനം കിട്ടുന്ന ഒരു പ്രോഗ്രാമായിട്ട് നിങ്ങൾ ടെസിനെ കാണണ്ട. എവിടുന്നാണ് ഈ ഫണ്ടിലെടുത്ത് തരുന്നത്? ഇന്ന് ലോകം മൊത്തം മാതൃകയായിക്കുന്ന പ്രോഗ്രാമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. സീരിയസ്ലി പറഞ്ഞ പ്രോജക്ട് ടെസിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നോർമലി ഇവിടെ ICO സ്റ്റേജ് സ്വന്തമായ ഒരു കോയിൻ എന്ന് രംഗത്തിറക്കിയിട്ടുണ്ട്. ഇന്ന് ലോകത്തിലെ വേൾഡ് ട്രില്യൺ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ വേൾഡിലെ ഏറ്റവും ട്രില്യൺ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ് തുടക്കം മുതൽ കഴിഞ്ഞ ഈ വെബ് 3 ഒക്കെ വരുന്നതിന് മുന്നേ തന്നെ, വെബ് 3 എന്ന് പറഞ്ഞ ടെക്നോളജി വരുന്നതിന് മുന്നേ തന്നെ വേൾഡിലെ ട്രില്യൺ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ ഒരൊറ്റ ഇൻഡസ്ട്രി ഉള്ളത് ഗെയിമിംഗ് ഇൻഡസ്ട്രിയാണ്. ഗെയിമിംഗ് പ്ലാറ്റ്ഫോമാണ്. ഏറ്റവും കൂടുതൽ യുവാക്കളും ഏജ് ആയവരും എല്ലാ ആളുകളും ഒരുപോലെ സമീപിക്കുന്ന, ഒരുപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ലൊരു ഗെയിം ഉണ്ടെങ്കിൽ ആ ഗെയിം കളിക്കാത്ത ആളുകൾ ആരുമില്ല. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ആ ഒരു ഗെയിമിൽ പണ്ടേ നമുക്കൊരു ആശയമുണ്ട്, ഒരു ഗെയിം കളിക്കുമ്പോൾ കുറെ കോയിൻ ഏൺ ചെയ്യുക എന്നുള്ളത്. ഈ കോയിൻ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ഒരു ആശയം വേൾഡ് മാർക്കറ്റിൽ വന്നപ്പോൾ അത് കളിച്ചുകൊണ്ട് ഒരുപാട് കോയിൻ ആഡ് ചെയ്യുക, ആ കോയിൻ വെച്ചുകൊണ്ട് റിയൽ ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസിയിലേക്ക് റിഡീം ചെയ്യുക, ആ ക്രിപ്റ്റോ കറൻസി വെച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം നല്ല രീതിയിലേക്ക് ഒരു അസറ്റിലേക്ക് ഡെവലപ്പ് ചെയ്യുക എന്നൊരു ആശയം കൊണ്ട് ഇന്ന് വേൾഡ് ട്രില്യൺ ഇൻഡസ്ട്രി ആയിട്ടുള്ള ഇന്ന് ഞാൻ പറഞ്ഞു ടെസ്വേഴ്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഗെയിമുകൾ വേൾഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത്, ഏറ്റവും കൂടുതൽ ഗെയിം പ്രോഗ്രാമുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകളിലേക്ക് അവരുടെ ടെസ് എന്ന് പറയുന്ന 100 കോടി വരുന്ന കോയിന്റെ സപ്ലൈ ഏകദേശം എയർ ഡ്രോപ്പ് ആയിക്കൊണ്ടും, അല്ലെങ്കിൽ ICO എന്ന് പറയുന്ന ഇനീഷ്യൽ കോയിൻ ഓഫറിംഗ് എന്ന രീതിയിലേക്ക് 0.001 എന്ന പൈസ ഒരു സെന്റിന്റെ അതിന്റെയും സെന്റിനെയാണ് എന്ത് പറയുന്നത് 0.001 എന്ന് പറയുന്നത്. എന്ന് പറയും സെന്റ് കണക്കിന്റെ കണക്ക് നിങ്ങൾ ചിന്തിക്കുക. ഒരു സെന്റ് എന്ന് പറഞ്ഞാൽ 100 സെന്റ് ആണ് $1.
അപ്പോൾ ഒരു ഡോളറിന്റെ പൈസ കണക്കിനാണ് സെന്റ് എന്ന് പറയുന്നത്. ആ സെന്റിനേക്കാളും കുറവാണ് 0.001 എന്ന റേഞ്ചിലേക്ക് ഇന്ന് ICOയിൽ പല ഗെയിം കളിക്കുന്ന ആളുകൾക്കും റെഡീം ചെയ്യാവുന്ന കപ്പാസിറ്റിയിൽ ആ കോയിൻ ഇന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇഷ്ടം പോലെ ഗെയിമുകൾ ഞാൻ നിങ്ങളുടെ പ്രോജക്റ്റിൽ കണ്ടു. ഇതൊക്കെ ഏറ്റെടുക്കാൻ വളർത്താൻ കഴിഞ്ഞ ആ ഒരു മനുഷ്യന്റെ ആ ഒരു കപ്പാസിറ്റിയിലാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അല്ലാണ്ട് ചുമ്മാ ടെസ്വേഴ്സ് എന്ന പ്രോഗ്രാമിന്റെ പ്രൊജക്റ്റ് നിങ്ങൾ ഫോക്കസ് ചെയ്യും. ഇവിടെ ആരും ഫോക്കസ് ചെയ്തതും പ്രൊജക്റ്റുകളാണ്. സോ ആ ഒരു ഗെയിം വന്നു, ഇഷ്ടം പോലെ ഗെയിമുകളുണ്ട്. എക്സ് ലോട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ജാക്ക് പോട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ പ്രോഗ്രാമുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഇന്ന് മാർക്കറ്റിൽ ലോട്ടറി എടുക്കുന്ന അതേ മോഡൽ തന്നെയാണ് ഈ എക്സ് ലോട്ടോ എന്ന് പറയുന്നത്. നമ്മൾ NFT രൂപാന്തരപ്പെട്ടുകൊണ്ടും ഇഷ്ടം പോലെ ടിക്കറ്റുകൾ എടുത്തുകൊണ്ട് കൃത്യമായ ഒരു പ്രൈസ് മണി ഇട്ടുകൊണ്ട് ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പിരിച്ച എമൗണ്ട് ആ കമ്മ്യൂണിറ്റിയിലെ ഒരു വ്യക്തിക്കെങ്കിലും എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉപകരിക്കാവുന്ന രീതിയിലേക്കുള്ള ജാക്ക് പോട്ടുകൾ ക്ലിയർ ചെയ്യുക. ഞാൻ പറയും ഏതൊരു പ്രോഗ്രാമിന്റെ അടിസ്ഥാന ലക്ഷ്യം എന്താണ്? കമ്മ്യൂണിറ്റിയാണ്. ടെസ്വേഴ്സ് എന്ന പ്രോഗ്രാം ഇദ്ദേഹം ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ആൾക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ ഏത് പ്രോജക്റ്റും റൺ ചെയ്യും, സ്മൂത്തായി റൺ ചെയ്യും. ഇന്ന് ഏറ്റവും ഫാമിലി പോലെ ഞാൻ ഇന്നലെ കണ്ട ഏറ്റവും വലിയ ഹാപ്പിനെസ് ഇതൊരു ഫാമിലിയാണ്. ഇന്ന് ഞാൻ കണ്ട 50 മെമ്പേഴ്സും അവർ തമ്മിലുള്ള സിങ്ക്, മാനസികമായിട്ടുള്ള ഒരു അടുപ്പമോ കണ്ടപ്പോൾ ഞാൻ വലിയൊരു ഫാമിലിയിൽ ഒരു തറവാട്ടിൽ വന്നൊരു ഫീലാണ്. എല്ലാവരും ഭയങ്കര സിങ്കാണ്. ഇത്ര നല്ലൊരു കമ്മ്യൂണിറ്റി ടെസ്സിന് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇവിടെ ചെറിയ 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 പണികൾ നടത്തി കഴിഞ്ഞാൽ കുറച്ച് എഡിറ്റിങ്ങും കുറച്ച് പേസ്റ്റിംഗ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ സീരിയസ്ലി ഇന്ന് ഞാൻ എൻ്റെ കൂടെ എപ്പോഴും സഹായത്തിന് ഒരു വ്യക്തി എപ്പോഴും പ്രോഗ്രാമാണ്. എൻ്റെ അടുത്ത് തന്നെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട്, എൻ്റെ കൂടെ സ്വന്തം സഹചാരിയാണ്, എന്നോട് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരുപാട് പ്രോഗ്രാം പോയി ഇത്രയും ഇത്രയും കമ്മിറ്റഡ് ആയിട്ടുള്ള ഇത്രയും ഒരു വൈബ് ക്രിയേറ്റ് ചെയ്തൊരു ഫാമിലി ഫീലുള്ള ഒരു ടീമിനെ, കമ്മ്യൂണിറ്റിയെ കണ്ടിട്ടില്ല. ഇവിടെ കമ്മ്യൂണിറ്റി ടോപ്പാണ്. ആ ഒരു പെർഫോമൻസ് കൂടി എന്ത് ചെയ്യണം, ഒന്ന് റീക്രിയേറ്റ് ചെയ്താൽ മതി. ബാക്കിയുള്ള സ്ഥലത്ത് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ എൻറ്റയർ ലൈഫ് ഗംഭീര പ്രോജക്റ്റ് ഉണ്ടാവും, എന്നാൽ 5 പൈസ ഗുണമില്ലാത്ത കുറെ കമ്മ്യൂണിറ്റി ഉണ്ടാവും. സോ ഇതിന്റെ ഡിഫറൻസ് എനിക്ക് ഓൾറെഡി ടെസ്റ്റിൽ എനിക്ക് ഫീൽ ചെയ്ത കേസാണ്. ഇപ്പോൾ പറഞ്ഞു വന്നൊരു മാറ്റർ, ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിലൂടെ കോയിൻ പുറത്തേക്ക് വിട്ടു. ഇന്ന് നിങ്ങൾ എല്ലാവരും അറിയുന്ന ഏറ്റവും കൂടുതൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ChatGPT എന്ന് പറയുന്നൊരു പ്രോഗ്രാം, ജെമിനി എന്ന് പറയുന്നൊരു പ്രോഗ്രാം, അതല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം പോലുള്ള പ്രോഗ്രാമുകൾ, AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നീല വൃത്തം കാണും. ആ വൃത്തം ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോകത്തിന് ഭൂമിയുടെ താഴെയുള്ള എന്ത് ചോദ്യം ചോദിക്കാം, കൃത്യമായ ആൻസർ കിട്ടുമെന്ന് പറയുമ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾ ലോകത്ത് എന്ത് കാര്യം കിട്ടും, എന്താ മോളെ പ്രൊജക്ട് ടെസ്റ്റ് അല്ലേ, ഒരു മിനിറ്റ് കിട്ടോ ഞാൻ ഒന്ന് വാട്സപ്പ് എടുക്കട്ടെ, എന്നിട്ട് ആ നീല ബട്ടൺ ഒരു കുത്തും, എന്നിട്ട് വാട്ട് ഈസ് പ്രൊജക്ട് ടെസ്റ്റ്, ഈസ് ഇറ്റ് ജെനുവിൻ, ഇത് ഉടായ്പാണോ തട്ടിപ്പാണോ, 100 ചോദ്യങ്ങളാണ് ChatGPT ചോദിക്കുക. ChatGPTക്ക് ഇത് അറിയണമെങ്കിൽ ChatGPTക്ക് ആദ്യം ടെസ്റ്റ് എന്താണെന്ന് അറിയണം. അവിടെ കൊടുത്ത് ഇൻഫർമേഷൻ ബേസ് ചെയ്തുകൊണ്ട് ആ ഒരു പ്രോഗ്രാം ഇൻപുട്ട് തരണം. സോ മൈ ഡിഫൻസ് ഇഷ്ടം പോലെ ആളുകൾ ChatGPT ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അവർക്കൊക്കെ പരസ്യം ചെയ്യേണ്ട അവസ്ഥയുണ്ട്. സോ ഒരു പരസ്യം പോലും ചെയ്യാതെ നാളെ വേൾഡ് മാർക്കറ്റിൽ ഡിസ്കസ് ആവാൻ പോകുന്ന ChatGPT പോലെ സെയിം സർവീസുകൾ എന്ന രീതിയിലേക്ക് ഒരു AI സർവീസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തു. ടെസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തു. ടെസ്റ്റ് ചാറ്റ് നിങ്ങൾക്കറിയാം, ടെസ്റ്റ് ചാറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കാം, ഭൂമിക്ക് താഴെ ഏത് ക്വസ്റ്റ്യനും അല്ലെങ്കിൽ ഗൂഗിൾ അവൈലബിൾ ആയിട്ടുള്ള എന്ത് ന്യൂസ് നിങ്ങൾക്ക് ചോദിക്കാം, കൃത്യമായ ആൻസർ നിങ്ങൾക്ക് അവിടെ കിട്ടും. ആ ടെസ്റ്റ് ചാറ്റിൽ ഏകദേശം 25ഓളം കോയിൻ്റെ ഒരു ചോദ്യങ്ങൾ അറ്റംപ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കോയിനായിട്ട് സമ്മാനം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അവിടെയും ഒരു ICO ആള് പ്ലാൻ ചെയ്തു. ഇതൊക്കെ നമുക്ക് റെഡീം ചെയ്യാൻ ആളുകൾക്ക് താല്പര്യമുണ്ട്. ChatGPT പോയി കഴിഞ്ഞാൽ there is no option. അവിടെ ചോദ്യം ചോദിക്കും, ഉത്തരം കിട്ടും. നേരെ വിളിച്ച് നിങ്ങൾ ടെസ്റ്റ് ചാറ്റിൽ വന്ന് നിങ്ങൾ എന്ത് ചോദ്യങ്ങൾ ചോദിക്കും, ഇതേ ഉത്തരം നിങ്ങൾക്ക് അവിടെയും കിട്ടും. പ്ലസ് ഒരു 25 അറ്റംപ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് നമ്മുടെ കോയിന് കൂടി എന്ത് ചെയ്യാം, സമ്മാനമായി എടുക്കാമെന്ന് പറഞ്ഞാൽ ഒരു യൂട്ടിലിറ്റി വന്നു. യൂട്ടിലിറ്റി വരുന്നിടത്താണ് ജനങ്ങൾ എന്ത് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഇൻപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സോ അങ്ങനെ ഇന്ന് അവരെ വെല്ലുന്ന രീതിയിലേക്ക് ഒരു സാധനം പുറത്തു വെച്ച ഇന്ന് വേൾഡിലും ഒരുപാട് പ്രോജക്റ്റ് ഉണ്ട്. യൂണിക്കായി നിൽക്കുന്ന ഒറ്റ പ്രോജക്റ്റ് ഈ ഒരു കാര്യത്തിൽ അത് ടെസ്വേഴ്സ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ പ്രോജക്റ്റ് മനസ്സിലാക്കുക, പ്രോജക്റ്റ് ഡിസ്കസ് ചെയ്യാൻ പഠിക്കുക. മെറ്റാവേഴ്സ് എന്ന് പറയുന്ന ഒരു ആശയം ലോകത്ത് ടോക്കിലൂടെ മാത്രം കേട്ട് ഒരുപാട് യൂട്യൂബ് വ്ളോഗേഴ്സ് സംസാരിക്കുന്ന ആ ഒരു സംസാരത്തിലൂടെ മെറ്റാവേഴ്സ് എന്താണെന്ന് മാത്രം മനസ്സിലാക്കുമ്പോൾ ടെസ്വേഴ്സ് എന്നൊരു പ്രോഗ്രാം ഇന്ന് ഗ്ലോബലി നിങ്ങളുടെ കോയിൻ വെച്ചുകൊണ്ട് ലോകത്ത് എല്ലായിടത്തും ഏതൊരു ലാൻഡും പർച്ചേസ് ചെയ്യാനുള്ള മിനിമം 25,000 ടെസ്റ്റ് കൊടുത്ത് ഏതൊരു ലാൻഡും പർച്ചേസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് ഒരു എയ്തർ എന്ന് പറയുന്ന ഒരു മെറ്റാവേഴ്സ് പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും കയറി നോക്കിയിട്ടുണ്ടോ? ഇതിന്റെ ഫ്യൂച്ചർ എന്താണെന്ന് പിടുത്തോണ്ടും. മൈ ഡിഫറൻസ് കാലഘട്ടം മാറി, NFT കാലഘട്ടമാണ്. നോൺ ഫഞ്ചിബിൾ ടോക്കൺ, മെറ്റാവേഴ്സ് എന്ന് പറയുന്ന 2 ബെസ്റ്റ് ടോപ്പിക് നിങ്ങൾ മനസ്സിലാക്കാനുണ്ട്. നോൺ ഫഞ്ചിബിൾ ടോക്കൺ എന്ന് പറയുന്നത് ഒരിക്കലും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത യൂണിക്കായ ഒരു പ്രോഡക്റ്റിനെയാണ്. ഇവിടെ ഒരു എക്സാമ്പിൾ, എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഫാത്തിമ അല്ലെങ്കിൽ ഇത് ആരെങ്കിലും ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ വരയ്ക്കുന്ന ഒരു പിക്ചർ മതി. ആ പിക്ചർ നിങ്ങൾക്ക് NFT റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പിക്ചറിന് കോപ്പിറൈറ്റ് ഇറങ്ങത്തില്ല എന്നാണ്. ഇവിടെ കുറുപ്പ് എന്നൊരു മൂവി NFT പ്രൊഡക്റ്റ് ചെയ്തു. അതിന്റെ ഗുണം എന്താണ്?
പിന്നെ ആ ഒരു ഫിലിമിന് കോപ്പിറൈറ്റ് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് NFT മാർക്കറ്റിൽ റിലീസ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ NFT നിങ്ങൾക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് ഒരു NFT മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഫ്ലാറ്റുകൾ, ഏതെങ്കിലും 2 BHK 3 BHK ഫ്ലാറ്റുകൾ നിങ്ങൾക്ക് അവിടെ കൊടുത്ത പൈസ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് മേടിക്കാം. ഇവിടെ ഈ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് അമേരിക്കയിൽ നടക്കുന്ന ഒരു ബിസിനസിന്റെ ഭാഗമായ NFT ത്രൂ എനിക്ക് സാധിക്കും, മെറ്റാവേഴ്സ് ത്രൂ എനിക്ക് സാധിക്കും. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഇൻപുട്ട് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അമേരിക്കയിലുള്ള ഒരു സ്ഥലം എനിക്ക് NFT സെയിൽ ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിന് ഒരു റൂമിന് ഞാൻ അത് ഏറ്റെടുത്ത് ഇപ്പോൾ ഒരു 1 BHK ഒരു $25,000 കൊടുക്കണമെങ്കിൽ ആ $25,000 കൊടുത്തുകൊണ്ട് ആ 1 BHK ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഇന്ത്യയിലിരിക്കുന്ന എനിക്ക് അമേരിക്കയിലെ ആ പ്രോപ്പർട്ടിയിൽ ആ റൂം നമ്പറിൽ ആരൊക്കെ ആ റൂമിൽ വന്ന് താമസിച്ചു കഴിഞ്ഞാലും എത്ര ഗസ്റ്റുകൾ വന്നാലും ആ ദിവസമൊക്കെ എൻ്റെ അക്കൗണ്ടിലേക്ക് പേയ്മെന്റ് വിടും. സുഹൃത്തെ, ഫിസിക്കൽ ബിസിനസിന്റെ എക്സ്ട്രീം ലെവലാണ് മെറ്റാവേഴ്സിൽ വരാൻ പോകുന്നത്. നിങ്ങളുടെ സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് ലോകത്തെ കീഴടക്കാൻ പറ്റുന്ന ഒരു വലിയ പ്രോജക്റ്റിലേക്ക് മെറ്റാവേഴ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്, NFT മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേ മെറ്റാവേഴ്സിനെ ഒരു അഡ്വാൻസ് വേർഷൻ ആയിക്കൊണ്ട് എയ്തർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇവിടെ ഇനിഷ്യേറ്റ് എടുത്തപ്പോൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ഞാൻ ആ ചെറുപ്പക്കാരൻ സീരിയസ്ലി ഞാൻ അംഗീകരിക്കുകയാണ്. ഒരു ചെറുപ്പക്കാരൻ രഞ്ജിത്ത് എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരൻ ഞാൻ അംഗീകരിച്ചു. മെറ്റാവേഴ്സ് ആരും രൂപാന്തരപ്പെടുത്തിയിട്ടില്ല, ബട്ട് ആദ്യമായി ഒരു പ്രോജക്റ്റിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്ത ആ ഒരു കപ്പാസിറ്റി, ആ ഒരു തീരുമാനത്തിനെ ഞാൻ സീരിയസ്ലി സല്യൂട്ട് ചെയ്യാണ്. അതുപോലെ നമ്മൾ ICO സ്റ്റേജ് വരുന്ന ജാക്ക്പോട്ടുകൾ ഉണ്ട്, നമ്മുടെ കോയിന്റെ ഡെവലപ്മെന്റുകൾ വരുന്നുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാതിരി ഏത് രീതിയിലേക്കും ഞാൻ ഈ ഒരു പ്രോഗ്രാമിന്റെ പ്രോജക്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പ്രോജക്റ്റ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഈ പ്രോജക്റ്റിൽ ഇന്ന് നിങ്ങൾക്ക് ലോകത്ത് അംഗീകരിക്കാൻ ഒരു കമ്പനിക്കും അവകാശപ്പെടാൻ പറ്റാത്ത ഒരു സിസ്റ്റത്തിന്റെ കൂടെ ഭാഗമാണ് നിങ്ങൾ. നിങ്ങൾക്കറിയാം, ബെൽജിയം അല്ലെങ്കിൽ യൂറോപ്പ് രാജ്യങ്ങളിൽ ഇവിടെ ഉണ്ടാകുന്ന IPL ഫാന്റസി എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഒരു ടീമിനെ ഒരു IPL എന്നൊരു ആശയം അങ്ങ് യൂറോപ്പ് രാജ്യങ്ങളിലെ പല രാജ്യങ്ങളുമായി കമ്മിറ്റ് ചെയ്തുകൊണ്ട് ഒരു IPL പോലെയുള്ള ഒരാശയം അവിടെ ജനറേറ്റ് ചെയ്യുകയും സ്വന്തമായ ഒരു ടീമിനെ പർച്ചേസ് ചെയ്യുകയും ഇന്ന് ലോക രാജ്യങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സൗത്ത് ആഫ്രിക്കയുടെ ഏറ്റവും ബെസ്റ്റ് ബാറ്റ്സ്മാൻ ആയിരുന്ന ഹെർഷൽ ഗിബ്സിനെ ഹെഡ് കോച്ചായി വെച്ചുകൊണ്ട് ഇന്ന് വേൾഡിൽ അറിയുന്ന ഏറ്റവും നല്ല ക്രിക്കറ്റേഴ്സിനെ ഒരു ടീമും ക്രിയേറ്റ് ചെയ്ത് ആ ടീമിന്റെ സ്പോൺസേഴ്സായി നല്ല കരാറും എടുത്ത് ഇനി വരാൻ പോകുന്ന ആ ഒരു പ്രോഗ്രാം ക്ലിക്കായാൽ, ആ ഒരു പ്രീമിയർ ലീഗ് ക്ലിക്കായാൽ മാത്രം വരാൻ പോകുന്ന ടസിന് സംഭവിക്കുന്ന മാനേജ്മെന്റ് കിട്ടുന്ന ഒരു വലിയൊരു വരുമാനമുണ്ട്. മൈ ഡിയർ ഫ്രണ്ട്സ്, വേറെ ആർക്കും എന്ത് ചെയ്യാനില്ല, ഇതൊന്നും പ്രൂവ് ചെയ്യാനോ സംസാരിക്കാനോ ഇല്ല. ഇന്നലെ ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് നമുക്കറിയാം ഇന്ത്യൻ പ്ലെയേഴ്സ് ആയിട്ടുള്ള പല മീറ്റിങ്ങുകൾ രഞ്ജിത്തും കെവിനും അടക്കമുള്ള ആളുകൾ കൃത്യമായി മീറ്റിങ്ങുകൾ നടത്തുന്നു, പുതിയ പുതിയ ടീമുകളെ ഇൻവൈറ്റ് ചെയ്യുന്നു. അവരുടെയൊക്കെ പ്രസൻസ് ഇനി നിങ്ങൾക്ക് ഒരുപാട് ഗുഡ് ന്യൂസ് വരാൻ പോകുന്നു. പല ആളുകളുടെയും പ്രസൻസോട് കൂടി നിങ്ങൾക്ക് പല പ്രോഗ്രാമുകൾ ഇവിടെ വരാൻ പോവാണ്. നിങ്ങൾ പോലും ചിന്തിക്കാത്ത നല്ല ബ്രാൻഡ് അംബാസിഡേഴ്സ് ആയിട്ടുള്ള ഇന്ന് ലോക ആളുകളെല്ലാം കാണാൻ ആഗ്രഹിക്കുന്ന പല സെലിബ്രിറ്റീസിനെയും നേരിട്ട് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു കോർപ്പറേറ്റിലേക്ക് ടെസ് കടന്നു കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കുക. ദാറ്റ് ഈസ് എ കോർപ്പറേറ്റ് ഗ്ലോബൽ പാർട്ട്ണർഷിപ്പിന്റെ പീക്ക് ലെവൽ. ഏതൊരു ബിസിനസ്സും ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ഒരു വലിയൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിലേക്ക് കടന്നു നിൽക്കുന്ന ആ ടീം ടസിനെ മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു പ്ലാറ്റ്ഫോമിലെ സുഹൃത്തെ നിങ്ങൾ ഓരോരുത്തരും ഇൻപുട്ട് കൊടുത്തിട്ടുള്ളത്. ആ ഒരു പ്ലാറ്റ്ഫോമിനെ സുഹൃത്തെ ഒരു കാര്യം അറിയാതെ വരുമാനം മേടിക്കുന്നത്. ആ ഒരു പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. ആ ഒരു പ്ലാറ്റ്ഫോമിലാണ് ഇത്തരം കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തത്. ഈ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തുകൊണ്ട് ടസ് മനസ്സിലാക്കാതെ, ടസിന്റെ പ്രൊജക്ട് സംസാരിക്കാതെ, ചുമ്മാ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണെന്നോ, നിങ്ങൾ 1 ലക്ഷം നിങ്ങൾക്ക് 2 ലക്ഷമായി തിരിച്ചു കിട്ടും, പിടുത്തം വിട്ട് പൊക്കോ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ആവാതെ ടസ് എന്താണ് സംസാരിക്കുക, പ്രൊജക്ട് സംസാരിക്കുക. ഏതൊരു പ്രൊജക്ടിന്റെയും ഏറ്റവും വലിയ വീക്ക്നെസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിന് ഒരുപാട് കമ്മ്യൂണിറ്റികളുണ്ട്. അവരാകെ കൂടി അറിയുന്ന ഇൻപുട്ട് എത്ര കിട്ടും, ഔട്ട്പുട്ട് എത്ര കിട്ടും, നിങ്ങൾ എത്ര കിട്ടും, ഇത് മാത്രം സംസാരിച്ച് ഈ പ്രോജക്റ്റിനെ നശിപ്പിക്കരുത്. ദ ഹോൾ വേൾഡ് ഈസ് സർഫേസ് എന്ന് പറയും. ലോകം മൊത്തം ഫേക്ക് ആണ് സുഹൃത്തെ. എൻ്റെ ഒരു പീപ്പിൾ ഞാൻ ഒരു ഹോൾ വേൾഡ് ഈസ് സർഫേസ് എന്നാ പറയാ. ലോകം മൊത്തം സർഫേസുകളുടെ കാലഘട്ടമാണ്. ഒരുപാട് ഇഷ്ടമുള്ള ഒരുപാട് പുതിയ പ്രോജക്റ്റുകൾ വന്ന് ഇതാണ് ഏറ്റവും വലിയ ഒരു പ്രോജക്റ്റ്. ഞാൻ ഒരു 2 ജിറാഫുകൾ ഒരു വലിയൊരു വെള്ളത്തിൽ കുളത്തിൽ ഇറങ്ങി നിൽക്കുകയാണ്. 2 തല മാത്രം ഇവർ പുറത്ത് നിൽക്കുക. ജിറാഫിന്റെ തല എപ്പോഴും പുറത്ത് നിൽക്കും. ഇവര് വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുക. ഹാഫ് മുങ്ങിയിട്ടുണ്ട് ജിറാഫ്മാര് പറയുന്നത് ധൈര്യമായിട്ട് ഇറങ്ങിക്കോ, ഇത് വലിയ ആഴൊന്നുമില്ല എന്നാ. ധൈര്യമായിട്ട് വെള്ളത്തിൽ ചാടിക്കോ, വലിയ ആഴമൊന്നുമില്ല. ഇത് കേൾക്കുന്ന കുറെ അണ്ണാനും കുറെ മാൻകുഞ്ഞുങ്ങളും കോഴികളും അല്ലെങ്കിൽ ചെറിയ മൃഗങ്ങൾ ഇത് കേട്ടിട്ട് ഭയങ്കര മോട്ടിവേഷൻ ആയിട്ട്, ഓ ഇത് വലിയ ആഴമൊന്നുമില്ല, അവർ നിൽക്കണുണ്ട് തലയൊക്കെ പൊങ്ങിയിട്ട് എന്ന രീതിയിലേക്ക് എന്ത് ചെയ്യും, എടുത്ത് അങ്ങോട്ട് ചാടും. ചാടി എങ്ങനെ ഉണ്ടാവും? നല്ല സുഖം ഉണ്ടാവും?
സോ മനസ്സിലാക്കുക, ഇത് വേൾഡ് സർഫേസിന്റെ കാലഘട്ടം. ഇഷ്ടം പോലെ ഫേക്ക് പ്രോഗ്രാമുകൾ ഉണ്ടായിരിക്കും. കൃത്യമായ അടിസ്ഥാനരഹിതമില്ലാത്ത പല പ്രോഗ്രാമുകൾ ഡെവലപ്പ് ചെയ്യുന്ന കാലഘട്ടമാണ്. നിങ്ങൾ പല പ്രോഗ്രാമിൽ കയറി നിങ്ങളുടെ കൈ പൊള്ളിയിട്ടുണ്ടാവും, നിങ്ങളുടെ കാല് പൊള്ളിയിട്ടുണ്ടാവും. എന്നിട്ട് ഇവിടെ ഒരു പ്രൊജക്ട് കേൾക്കുമ്പോൾ, ജെനുവനായ പ്രോജക്ട് വരുമ്പോൾ നിങ്ങൾ ചിരിച്ചുകൊണ്ട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, മോനെ ചൂടുവെള്ളത്തിൽ വീണാ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കൂലെന്ന്. എന്ത് പച്ചവെള്ളം സാറേ, ബിസിനസ് ആണ്. ലോകത്ത് 4 രീതിയിലേ ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എംപ്ലോയ് ആവാം, അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ് ആവാം, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. എംപ്ലോയ്മെന്റും സെൽഫ് എംപ്ലോയ്മെന്റും ഇൻവെസ്റ്റ് യുവർ ടൈം, എഫേർട്ട്, എനർജി ടു മേക്ക് മണി എന്നാണ്. ടൈം ഫ്രീഡം ഇല്ല. നേരത്തെ നീതു പറഞ്ഞ ടോപ്പിക്കിൽ കണക്ട് ചെയ്യുന്നു. ലിവറേജിൽ എന്തില്ല, ടൈം ഫ്രീഡം ഇല്ല. നമുക്ക് ടൈം ഫ്രീഡമോ ഇല്ല. നമുക്കൊരു 5 പൈസക്ക് ഒരു ഫ്രീ ഇല്ലാതെ മൊത്തം നമ്മുടെ ടൈമും എഫേർട്ടും എനർജിയും ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കുന്ന ഒരു പൈസ ഉണ്ടാക്കി എടുക്കണമെങ്കിൽ നിങ്ങൾ 8 മണിക്കൂർ പണിയെടുത്ത് 5000 രൂപ 8 മണിക്കൂർ പണിയെടുക്കേണ്ട വേണം. അവർ 7 മണിക്കൂർ പണിയെടുത്ത് 5000 പൂജ്യം കുറയും. ഇതാണ് ഇന്നത്തെ സാഹചര്യം. സെൽഫ് എംപ്ലോയ്മെന്റ് ആയാലും ഇത് തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ ഫുൾ ടൈം ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് അവിടെ പേയ്മെന്റ് കിട്ടത്തുള്ളൂ. നേരെ മറിച്ച് 2 ഓപ്പർച്യൂണിറ്റി അടുത്ത് ബിസിനസ് ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. റൈറ്റ് ക്വാഡ്രന്റ് എന്ന് പറയും. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ എക്കോണമിക് സിദ്ധാന്തം അല്ലെങ്കിൽ എക്കോണമിക് സാമ്പത്തിക വിദഗ്ധനായി നമ്മൾ കാണുന്ന അല്ലെങ്കിൽ ഏറ്റവും ആളുകൾ ഫോളോ ചെയ്യുന്ന റോബർട്ട് കിയോസാക്കി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ തന്റെ റൈറ്റ് ക്വാഡ്രന്റിലൂടെ ഇന്ന് പുറത്തുവിട്ടിട്ടുള്ള ഒരു കാര്യമാണെന്ന്. നിങ്ങൾ എന്ത് ചെയ്യും? ബിസിനസ് ചെയ്യും, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും. ബിസിനസ് ചെയ്യാനുള്ള ഗുണം എന്താണ്? നിങ്ങൾ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കഴിവില്ലാത്ത, കപ്പാസിറ്റി ഇല്ലാത്ത കാര്യങ്ങളെ തേടിപ്പിടിച്ച്, കഴിവുള്ളവരെ തേടിപ്പിടിച്ച് ഒരു സിസ്റ്റത്തിനുള്ളിലാക്കി ആ സിസ്റ്റം ജനറേറ്റ് ചെയ്തുകൊണ്ട് ഒരു വരുമാനത്തേക്ക് എത്തുന്നതിനാണ് ബിസിനസ് എന്ന് പറയുന്നത്. ഇതിനും ആളുകൾക്ക് കപ്പാസിറ്റി വേണം, വലിയ വലിയ ഇൻവെസ്റ്റ്മെന്റ് വേണം, കാര്യങ്ങൾ വേണം, അല്ലെങ്കിൽ ആ ബിസിനസ്സിലുള്ള എല്ലാ ന്യൂനതയും നമുക്ക് പരിഹരിക്കാൻ പറ്റും. 4ാമത്തെ ഒരു കാര്യമുണ്ട്, ഇൻവെസ്റ്റ്മെന്റ്. സുഹൃത്ത്, ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ മണി മേക്സ് മണി എന്നാണ്. ഇത് വലിയൊരു കോഡാണ്. ഇഷ്ടം പോലെ ആളുകൾ പൈസ ഇട്ട് പൈസ അവർക്ക് വേണ്ടി പണിയെടുക്കുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും ക്യാഷ് നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഇൻവെസ്റ്റ്മെന്റിലെ. പക്ഷെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പേടിയാ. കാരണം നമ്മൾ ഈ സർഫേസിൽ പോയി വീണിട്ട് ചായ മുക്കി ഉള്ള കാര്യമൊക്കെ നമ്മൾ ഇന്ന് പിഴിഞ്ഞും കൊണ്ടുപോയി. ജീവിതത്തിൽ ഇനിയും ഭയങ്കര പേടി. എന്ത് കേട്ട് കഴിഞ്ഞാലും ബ്ലോക്ക് ചെയിൻ ടെക്നോളജി പറയും, ഓ മണി ചെയിൻ ആണോ? സോറി, ഈ ചെയിൻ എന്നുള്ള വേർഡ് ഇപ്പൊ എവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. ഭയങ്കര പേടിയാ. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. സുഹൃത്തെ, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്നത് ഇന്ന് ലോക രാജ്യങ്ങൾ മൊത്തം അഡോപ്റ്റ് ചെയ്ത ടെക്നോളജിയാണ്. ലോക രാജ്യങ്ങൾ മൊത്തം അവരുടെ സാമ്പത്തിക വികസനത്തിന് വേണ്ടി, ലോക രാജ്യങ്ങൾ മൊത്തം അവരുടെ പെർഫെക്റ്റ് ആയ നടത്തിപ്പിന് വേണ്ടി, ലോക രാജ്യങ്ങൾ മൊത്തം ആളുകളുടെ വിശ്വാസം കയ്യിലെടുത്തുകൊണ്ട് ഒരു കറ പറ്റാത്ത രീതിയിൽ ഭംഗിയായി മുന്നോട്ട് സെക്യൂർ ആയ ഒരു ഗ്ലോബൽ ട്രാൻസാക്ഷൻ നടത്താൻ പറ്റുന്ന ഒരു പബ്ലിക് ലെഡ്ജറിനെയാണ് അത് ഇന്റർനെറ്റിന്റെ 3rd വെർഷനിൽ ഡെവലപ്പ് ചെയ്ത് ഹാക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു 3rd വെർഷനെയാണെന്ന് പറയുന്നത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്നത്. എന്നാൽ ആ ബ്ലോക്ക് കേട്ടാൽ തന്നെ ഹാർട്ടിൽ ബ്ലോക്കാ, ഭയങ്കര പേടിയാ, മൊത്തത്തിൽ പ്രശ്നമാണ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ജസ്റ്റ് മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡ് ദ റിയൽ ന്യൂ വേൾഡ്. ഈ വേൾഡിൽ ഏത് പ്രോജക്റ്റും മനസ്സിലാക്കേണ്ടത്, ഇതിന് പ്രോജക്റ്റ് ഉണ്ടോ, ഇതിന് പ്രോഡക്റ്റ് ഉണ്ടോ, പ്രൊഡക്ടിവിറ്റി ഉണ്ടോ, ഇൻകം ഉണ്ടോ, ഇക്കോസിസ്റ്റം ഉണ്ടോ, ഇക്കോണമിക് ഗ്രോത്ത് ഉണ്ടാകുമോ എന്ന കാര്യം മനസ്സിലാക്കുക. അതിനുവേണ്ടി ഇവർ ഇംപ്ലിമെന്റ് ചെയ്യുന്ന മേഖലകൾ ഏതൊക്കെയാണ്, ഇവരുടെ പ്രോജക്റ്റ് ഏതൊക്കെയാണ്, ഇവിടെ ഭാവി ഉണ്ടോ, എൻ്റെ ഭാവി സുരക്ഷിതമാണോ എന്ന് ചിന്തിക്കും. ഇന്ന് വേൾഡ് മാർക്കറ്റിൽ ഇതിനേക്കാൾ വരുമാനം കിട്ടുന്ന ഇഷ്ടം പോലെ പ്രൊജക്റ്റ് ഉണ്ട്. ബട്ട് അതിന് ആയുസ് ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഇത് ആയുസോട് കൂടെ മുന്നോട്ട് പോകുന്ന ഒരു പ്രോഗ്രാമാണ്. കാരണം ഒരുപാട് ഔട്ടൊന്നും കൊടുക്കാതെ ആവശ്യത്തിന് കിട്ടുന്നതിന്റെ ഇത്ര ശതമാനം തരത്തുള്ളൂ എന്ന് ആത്മാർത്ഥമായി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇത്രേ വരുമാനം വരത്തുള്ളൂ. ആ വരുമാനം മേടിച്ചുകൊണ്ട് നിങ്ങൾ കൂടെ നിൽക്കുക, സ്റ്റിക്ക് ഓൺ ചെയ്യും. കൺസിസ്റ്റന്റ് ആയി കൂടെ നിന്ന് കഴിഞ്ഞാൽ ഒരു പ്രോജക്റ്റിന്റെ ഡെവലപ്മെന്റ് ഭാഗമായി അവർ എത്ര കോടി ഉണ്ടാക്കി കഴിഞ്ഞാലും ഇവിടുത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഇതിന്റെ പയനിയേഴ്സിനും ഇതിനെ കട്ടയ്ക്ക് നിൽക്കുന്ന എല്ലാ മെമ്പേഴ്സിനും കൃത്യമായ ഒരു ഓഹരി തരാൻ അവർ തയ്യാറാവുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ റിയൽ വേൾഡ്, അണ്ടർസ്റ്റാൻഡ് ദ റിയൽ ട്രസ്റ്റ്. നിങ്ങൾ വന്ന പ്ലാറ്റ്ഫോമിന്റെ വാല്യൂ മനസ്സിലാക്കുക, നിങ്ങൾ വന്ന പ്ലാറ്റ്ഫോമിന്റെ വാല്യൂ മനസ്സിലാക്കുക, പ്രൊജക്ടിന് മനസ്സിലാക്കുക, പഠിക്കുക. 4 ആളുകളോട് പറയൂ സുഹൃത്തെ, എടോ ബിസിനസ് എന്ന് പറയുന്നത് ലിവറേജ് ആണ്. നമ്മളൊരു 8 മണിക്കൂർ പണിയെടുത്ത് കഴിഞ്ഞാൽ 5000 ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നമ്മളെ പോലെ പണിയെടുക്കുന്ന ഒരു 10 പേരുണ്ടാക്കി കഴിഞ്ഞാൽ 80 മണിക്കൂർ കിട്ടി. 80 മണിക്കൂറുണ്ട് 5000 എത്ര മൾട്ടിപ്പിൾ ആവും നിങ്ങൾ ചിന്തിക്കും. ഇതേ സാഹചര്യത്തിൽ നിങ്ങൾ ചുമ്മാ കുറെ സെയിൽ എടുത്തുകൊണ്ട് പേഴ്സണലി കുറെ ആളുകളെ പോയി കണ്ട് അവരെ ജോയിൻ ചെയ്യിപ്പിച്ച് അവരുടെ വരുമാനം മേടിച്ച് പിന്നെ വീണ്ടും 2ാമത്തെ എൻട്രിക്ക് പോവാ, 3ാമത്തെ എൻട്രിക്ക് പോവാ. ഇതൊരു ടിക്കറ്റ് എടുക്കുന്ന സിനിമ കാണിക്കുന്ന ആളുകളല്ല. വരുന്ന ഓരോ ആളുകളെ ലിവറേജ് ആക്കി മാറ്റി അവരെയും കൂടി മണിക്കൂറുകൾ നിങ്ങളുടെ വരുമാനമാക്കി മാറ്റി നിർത്താണ് ബിസിനസ് സംഭവിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ കൂടെ ഒരു 10 പേര് ചെയ്യാനുണ്ടെങ്കിൽ
നിങ്ങൾ ഒരു ദിവസം 8 മണിക്കൂർ പണിത് 5000 ഉറുപ്പിക ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ആ 10 പേരുടെയും 8 മണിക്കൂർ എൻ്റെ ടീം എൻ്റെ ബിസിനസ്സിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ എനിക്ക് എത്ര രൂപ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ഒരു ചിന്തിക്ക് സുഹൃത്തെ. ആദ്യം ഒരു പ്ലാറ്റ്ഫോം അവിടെ ഉണ്ടോ ചിന്തിക്ക്. ഇതിനുവേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ഒരു 3 ആളുകൾ ഇന്ന് മാർക്കറ്റിലുണ്ട്. അവർ പഠിച്ചു വരുന്ന പ്രോജക്റ്റിനെ ഫീൽഡിൽ പണിയെടുക്കുന്ന, ഉറക്കം മുളച്ചുകൊണ്ട് ഇന്ന് ഇത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഫീൽഡ് പണിയെടുക്കുന്ന, പട്ടിണിയും ദാരിദ്ര്യം എല്ലാം അനുഭവിച്ചുകൊണ്ട് ഇന്ന് ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം ഫീൽ ചെയ്യുന്ന ഒരു ടോപ്പ് 8 എന്നൊരു സിസ്റ്റം ഇവിടെ നിങ്ങളുടെ മുമ്പിലുണ്ട്. ടോപ്പ് 3 എന്നൊരു സിസ്റ്റം നിങ്ങളുടെ മുമ്പിലുണ്ട്. അവരെല്ലാം വിശ്വസിച്ച് അവരെ കൂടെ സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരു ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ള നിങ്ങൾ എല്ലാവരും ഇവിടെയുണ്ട്. ഞാൻ പറഞ്ഞു മൈ ഡിയർ ഫ്രണ്ട്സ്, ഒത്തൊരുമിച്ച് നിന്ന ഇത് വലിയ രീതിയിലേക്ക് പോകും. ഐക്കമത്യം മഹാബലം. യൂണിറ്റി ഈസ് ദ ബെസ്റ്റ് സ്ട്രെങ്ത്. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് the real world, understand the real world of crypto. The blockchain is ഡീപ്പർ ദാൻ ഹൈപ്പർ. ബ്ലോക്ക് ഒക്കെ ഓൾറെഡി ഭയങ്കര ഹൈപ്പിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കുന്നതിന് മുകളിലേക്കുള്ള ഡെവലപ്മെന്റ് വന്നു. സോ ടസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ആത്മാർത്ഥമായി നിങ്ങൾ കേൾക്കുക, ആത്മാർത്ഥമായി പഠിക്കാൻ ശ്രമിക്കുക. ഇവിടെ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഉണ്ടെങ്കിൽ ആ എഡ്യൂക്കേഷൻ എല്ലാം എടുക്കുക. എല്ലാ എഡ്യൂക്കേഷനും വേണം. എന്തൊക്കെയാണ് പ്രോജക്റ്റ് സംസാരിക്കുക, ഇനിയെങ്കിലും മാർക്കറ്റിൽ പോയി പ്രോജക്റ്റ് സംസാരിക്കും. നിങ്ങൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയി പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ട് ആ പ്രോജക്റ്റ് മിണ്ടാതെ ചുമ്മാ നിങ്ങൾ നിങ്ങളുടെ വരുമാനത്തിന് വേണ്ടി മാത്രം നിങ്ങൾ പണിയെടുക്കല്ലേ. ദയവ് ചെയ്ത് ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ വേണ്ടി പണിയെടുക്കുക. ആ കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് നാളെ കോടികൾ കൊണ്ടുവരും. നോ ഡൗട്ട്. സീരിയസ്ലി മൈ ഡിയർ ഫ്രണ്ട്സ്, ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ്. ഇതിന്റെ ഈ ഒരു ബിസിനസിന്റെ വൈബ് മനസ്സിലാക്കി ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്ത്, ടീം എന്ന് പറഞ്ഞാൽ ടുഗദർ എവ്രി വൺ കൻ അച്ചീവ് മോർ. ആ ടീമിനെ ക്രിയേറ്റ് ചെയ്ത് ആ ടീമിലൂടെ ഒരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. എനിവേ, ഇന്ന് എനിക്ക് ഒരു പ്രോഗ്രാമിൽ നിങ്ങളെ കാണാനും സംസാരിക്കാനും ഒരുക്കിയ സാഹചര്യം ഒരുക്കി തന്ന എൻ്റെ കേക്ക്, ഒപ്പം എടുത്ത ടോപ്പ് 8 നിങ്ങളുടെ T3 അടക്കമുള്ള എല്ലാ സിസ്റ്റത്തിനോടും, എസ്പെഷ്യലി ഇവിടെ ക്ഷണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെ പരിചയപ്പെടാൻ സാധിച്ചു. ഞാൻ വളരെ സന്തോഷം. ഇറ്റ് ഈസ് എ ബിഗ്ഗസ്റ്റ് കമ്മ്യൂണിറ്റി. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാവിധ ആഗ്രഹങ്ങളും വിത്തിൻ ഷോർട്ട് പാൻ ഓഫ് ടൈം നിങ്ങളുടെ ടേബിളിലേക്ക് എത്തട്ടെ, നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ടെസ് എന്ന പ്രോഗ്രാമിനെ വളരെ സീരിയസ് ആയി കണ്ട് നിങ്ങൾ ഇൻപുട്ട് കൊടുത്താൽ 110% നിങ്ങൾക്ക് അതിൻ്റെ റിട്ടേൺ കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മൈ ഡിയർ ഫ്രണ്ട്സ്, സക്സസ് ഈസ് നൗ ഹിയർ, നോ വേർ. ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഒന്നെങ്കിൽ യു ക്യാൻ ഡിസൈൻ യുവർ ലൈഫ് ഓർ റിസൈൻ യുവർ ലൈഫ്. ചോയ്സ് ഈസ് യോഴ്സ്. ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈഫ് ഡിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ രാജിച്ച് പോവുക. വേറെ പണി നോക്കിക്കോ സുഹൃത്തെ. ഇത് ഡ്രീമേഴ്സിനുള്ള പ്രൊജക്റ്റാണ്, സ്വപ്നമുള്ളവർക്കുള്ള പ്രൊജക്റ്റാണ്, ലൈഫിൽ ലക്ഷ്യമുള്ളവർക്ക് പ്രൊജക്റ്റാണ്. അത് പ്രോജക്റ്റായി ചെയ്താൽ ജീവിതത്തിൽ സക്സസ് ആവും. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് ഇന്ന് പരിചയപ്പെടാൻ സാധിച്ചതിൽ താങ്ക് യു. ഇനി നമുക്ക് മീറ്റ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. എന്തായാലും ഈ ഒരു ഫാമിലിയോട് കൂടെ ഒരു മെൻഡറായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനയോട് കൂടി പ്രോഗ്രാം മുന്നോട്ട് പോട്ടെ. അപ്പോൾ ഇന്ന് പ്രോഗ്രാം പ്രസന്റ് ചെയ്ത നീതു എസ്പെഷ്യലി കൺഗ്രാറ്റ്സ്. ഐ വാസ് ഒബ്സർവിംഗ് യുവർ ടീം. ഒരു ട്രെയിനർ നല്ല ആഗ്രഹമുള്ള ആളാണ്. നമുക്ക് പിക്കപ്പ് ചെയ്യും. ഇഷ്ടം പോലെ നല്ല പ്രസന്റേഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും all the best, top 8 and team Tezwas, and who are the backbone of Mr. Ranjit, Kevin and all the team, Abuka, all the team, all the best. Thank you very much. Signing off, Aslam Khalid. See you, bye. See you. Thank you. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഇന്നത്തെ മോർണിംഗ് വൈബ് സെക്ഷൻ വളരെ മനോഹരമായി അവതരിപ്പിച്ച നമ്മുടെ നീതു മാമിനും അതുപോലെ അസ്ലം സാറിനും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ അവരുടെ പ്രചോദനപരമായ വാക്കുകൾ നമ്മെ എല്ലാവരെയും ഏറെ പ്രേരിപ്പിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മുടെ ഗസ്റ്റായി വന്ന അസ്ലം സർ, അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളിൽ നിന്നും പ്രോജക്റ്റ് ടെസ്റ്റിന്റെ ഡെപ്ത് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുപോലെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാ ലീഡേഴ്സിനും ടീം അംഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇത്തരത്തിലുള്ള മോർണിംഗ് വൈബ് സെക്ഷനുകൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ പോസിറ്റീവ് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ കൈകാര്യം ചെയ്ത നീതു മാമിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അതേപോലെ അസ്ലം സാറിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്.